പ്രാർത്ഥിക്കാം. കാൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ എനിക്ക് ദിവ്യാരോഗ്യമുണ്ട്. ദീർഘായുസോടെ ഇരുന്ന് ഞാൻ കർത്താവിനെ സ്തുതിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ പുറത്തു വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. നമുക്ക് ഒരുമിച്ച് ഇന്ന് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. വലിയ കാര്യങ്ങളെ കർത്താവ് നമ്മുടെ നടുവിൽ ചെയ്യുന്നതിനായും ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ദൈവസന്നിധിയിൽ ഇന്ന് പ്രാർത്ഥനയിലും വിശ്വാസത്തിലും ശക്തിപ്പെടുവാൻ കർത്താവ് നമ്മളെ ഓരോ ദിവസവും ഇന്ന് ബലപ്പെടുത്തുന്നല്ലോ. നമുക്കിന്ന് പ്രാർത്ഥനയോടെ തന്നെ ആയിരിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തുടർച്ചയായിട്ട് നമ്മൾ കർത്താവിൻ്റെ വചനം കേട്ടുകൊണ്ടുവരുന്നു. ഇന്നും കർത്താവിൻ്റെ വചനത്തിൽ നമുക്ക് അല്പനേരം കേൾക്കാം. കർത്താവിൻ്റെ ആലോചനകളെ കേൾക്കാം. ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ നമുക്ക് സ്വീകരിക്കാം. രോഗസൗഖ്യങ്ങളെ നമുക്ക് കർത്താവിൽ നിന്നും പ്രാപിക്കാം. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് തുടർച്ചയായിട്ട് നമ്മൾ കേട്ടുവരുന്ന വചനഭാഗത്തു നിന്നും നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടുവന്ന ഭാഗങ്ങളാണ്. അവിടെ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്: ആകയാൽ എന്ത് തിന്നും എന്ത് കുടിക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ. ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും എന്ന് വചനത്തിൽ പറയുകയാണ്. അപ്പം വചനം പറയുന്നു, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ. ശ്രദ്ധിച്ചോണം, നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇന്നലെ പലരും പറഞ്ഞിട്ടുണ്ട്, നമുക്കൊരു പ്രശ്നം വരുമ്പോൾ, നമുക്കൊരു പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ ഏതെങ്കിലുമൊക്കെ പ്രാർത്ഥന റിക്വസ്റ്റുമായിട്ട് ആരുടെയെങ്കിലുമൊക്കെ ഇടയ്ക്ക് ചെല്ലുന്ന സമയത്ത് അവർ പറയും, ആദ്യം കർത്താവിൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതിനോടുകൂടെ സകലതും കിട്ടും എന്ന് എന്ത് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് പ്രാർത്ഥനയിലുള്ളവർ തന്നെ പറയാറുണ്ട്. എത്ര പേരങ്ങനെ കേട്ടിട്ടുണ്ട്? എത്ര പേരങ്ങനെ ആ ഒരു അവസ്ഥയിലൂടെ പോയിട്ടുണ്ട്? അങ്ങനെ കേട്ടിട്ടുണ്ട് എത്ര പേര്? അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ നമുക്ക് അപ്പോൾ നിങ്ങൾ ആ സമയത്ത് എന്താ ചെയ്യുന്നത്? പൊതുവെ ഇങ്ങനെ പറയുമ്പോൾ സാധാരണ നിങ്ങൾ എന്താ ചെയ്യുന്നത്? ദൈവത്തോട് കൂടുതൽ അടുത്തിരിക്കാനും വചനങ്ങൾ കേൾക്കാനും. അപ്പം നമുക്ക് പൊതുവെ മനസ്സിലായിരിക്കുന്നത്, ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ കൂടുതൽ പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കുകയും എവിടെയെങ്കിലുമൊക്കെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ നമ്മൾ പോവുകയും അങ്ങനെ കൂടുതൽ നമ്മൾ പ്രാർത്ഥനയിലേക്ക് ഇൻവോൾവ് ചെയ്യും. പക്ഷേ പ്രാർത്ഥനയിലേക്ക് ഇൻവോൾവ് ചെയ്തിട്ടും പലപ്പോഴും നമ്മുടെ വിഷയങ്ങൾക്കൊരു മാറ്റമൊന്നും വരുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എത്ര പേർക്ക് അങ്ങനെ പോയിട്ട് വിഷയങ്ങൾ വല്ലതും മാറിയിട്ടുണ്ടോ? അപ്പോൾ ചിലർ പറയുന്നുണ്ട്, ചിലർക്ക് മാറിയിട്ടില്ല. അപ്പോൾ അത് മാറിയതിൻ്റെ കാര്യം വേറൊന്നുമല്ല, നിങ്ങൾ പോകുന്ന സമയത്ത് ചിലപ്പോൾ കേട്ട ഏതെങ്കിലും വചനം നിങ്ങൾക്ക് പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഇനി സംഭവിക്കാത്തത് ഞാൻ പറഞ്ഞുതരാം. മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ, അതോടുകൂടെ സകലതും കിട്ടും എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ യേശു ക്രിസ്തു ഭൂമിയിൽ 33 വയസ്സുവരെ ശുശ്രൂഷിച്ചൊരു കാലഘട്ടമാണ്. ഇനി നിങ്ങൾ സ്ക്രീനെ നോക്കി, നമ്മൾ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന കഴിഞ്ഞ ദിവസം കേട്ടു. സ്വർഗസ്ഥനായ പിതാവേ, നിങ്ങളുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. നമ്മൾ എന്താ ദൈവത്തിൻ്റെ ഇഷ്ടം എന്നുള്ളത് കേട്ടായിരുന്നു. എത്ര പേർക്ക് അത് ഓർമ്മയുണ്ട്? ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്നുള്ളത് കഴിഞ്ഞ ദിവസം കേട്ടത് ഓർമ്മയുണ്ടോ? ഏതായിരുന്നു? നീതിയും സമാധാനവും അത് ദൈവരാജ്യം, ദൈവത്തിന്റെ ഇഷ്ടം. നമുക്ക് എങ്ങനെ ക്രിസ്തുവിലേക്ക് ഒന്നാൻ പറ്റും? പിതാവും ഒന്നായിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ ഇഷ്ടമോ നമ്മളുടെ വിശുദ്ധീകരണം തന്നെ. നമുക്കെങ്ങനെ ആ ഒരു വചനത്തിലേക്ക് വരാൻ പറ്റും? കർത്താവ് പറഞ്ഞു, ദൈവത്തിൻ്റെ ഇഷ്ടമോ പിതാവെ നീ എന്നെ അയച്ചിരിക്കേണ്ടത് പിതാവും പുത്രനും ഒന്നായിരിക്കുന്നവർ ഇവരും തമ്മിൽ ഒന്നാണ്. നമ്മളെങ്ങനെ ഒന്നാകുന്നത്? ക്രിസ്തുവിനെ എങ്ങനെ നമ്മൾ ധരിക്കുന്നത്? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുമ്പോൾ നമ്മൾ ധരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് അത്രയും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അടുത്തത്, ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണം. അപ്പോൾ ദിനം പ്രതി ആളുകൾ പ്രാർത്ഥിക്കുന്നതാണ്, ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണം. അപ്പോൾ നിങ്ങൾ ഓർത്തോണം, യേശു ക്രിസ്തു ഭൂമിയിൽ ജനിക്കുന്ന സമയത്ത് മത്തായിയുടെ സുവിശേഷത്തിലൊരു വാക്യമുണ്ട്. ഞാൻ ആ വാക്യത്തിലേക്കൊന്ന് പോകാം. മത്തായിയുടെ സുവിശേഷം കർത്താവിൻ്റെ ജനനത്തെപ്പറ്റി പറയുന്നൊരു വാക്കുണ്ട്.
മത്തായിയുടെ സുവിശേഷത്തിൽ സകല പാപത്തിൽ നിന്നും നമ്മെ രക്ഷിക്കേണ്ടതിന്, നിങ്ങൾ ആ വാക്ക് നോക്കണം, 1-ാം അധ്യായത്തിൽ എനിക്ക് തോന്നുന്നത് 1 ഓക്കെ 1-ാം അധ്യായം താഴേക്ക് വരുമ്പോഴേക്കും ഓക്കെ, കന്യ ഗർഭിണിയായ ഒരു മകനെ 21 മുതൽ വായിക്കണം. അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തിനെ പാപങ്ങളിൽ നിന്നും രക്ഷിപ്പാണ്ടിരിക്കുന്നത് കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം. നിങ്ങൾ നോക്കിക്കേ, അപ്പോൾ യേശു ക്രിസ്തു ജനിക്കുന്നത് തന്നെ എന്തിനു വേണ്ടിയാ? പറ, യേശു ക്രിസ്തു ജനിക്കുന്നതിന് എന്തിനു വേണ്ടിയാ? അപ്പൊ പാപത്തിൽ നിന്നും നമ്മെ രക്ഷിക്കുവാൻ വേണ്ടിയാണ്. അപ്പൊ യേശുവിൻ്റെ പേരിൻ്റെ അർത്ഥം തന്നെ പറയുന്നു, പാപത്തിൽ നിന്നും രക്ഷിപ്പാനിരിക്കുന്നത് കൊണ്ട് യേശു എന്ന് പേരിടണം. യേശു എന്ന പേരിൻ്റെ അർത്ഥം ദൈവം രക്ഷകനാകുന്നു എന്നതിൻ്റെ അർത്ഥം. അപ്പം പാപത്തിൽ നിന്നും രക്ഷിക്കണം. അപ്പം പാപത്തിൽ നിന്നും ഒരു വ്യക്തി യേശു മുഖാന്തരം രക്ഷപ്പെടണമെങ്കിൽ എന്ത് സംഭവിക്കണം? യേശു അല്ലെങ്കിൽ യേശു ക്രിസ്തു യേശു ക്രൂശിൽ മരിക്കണം. അപ്പൊ യേശു ക്രിസ്തുവിന്റെ ജനനത്തിന് മുമ്പ് പറയുകയാണ്, പാപത്തിൽ നിന്നും നമ്മെ രക്ഷിക്കുവാൻ യേശു ജനിക്കും. ഇനി നോക്കിക്കോണം. അപ്പൊ യേശു ജീവനോടെ ഇരിക്കുമ്പോൾ യേശു ക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥനയാണ് ലൂക്കോസിൽ പറഞ്ഞ നോക്കിയേ, ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണം. അപ്പം ഈ പ്രാർത്ഥന പഠിപ്പിക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ പാപമോചനം വന്നോ? എന്തുകൊണ്ടാകത്തില്ല? കർത്താവ് ക്രൂശിൽ മരിച്ചിട്ടില്ല. അപ്പൊ കർത്താവ് ക്രൂശിൽ മരിക്കാത്തോടത്തോളം കാലം നമ്മൾ എന്ത് ചെയ്യണം? ആ കാലഘട്ടത്തിൽ യേശുക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥനയിൽ കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണം, ശ്രദ്ധിച്ചോണം, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണം, ഞങ്ങളെ പരീക്ഷയിൽ കടത്തരുത്, ദുഷ്ടന്റെ കയ്യിൽ നിന്നും ഞങ്ങളെ വിടിവിക്കണം. അപ്പോൾ ദുഷ്ടൻ അവിടെ ഉണ്ട്, ദുഷ്ടന്റെ തല തകർത്തിട്ടില്ല. ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും. അപ്പോൾ സർപ്പത്തിൻ്റെ തല തകർക്കാൻ വേണ്ടി യേശു ജനിച്ചിട്ടേ ഉള്ളൂ. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെയാണ് ദുഷ്ടനിൽ നമ്മളെ വിടുവിക്കുന്നത്. എബ്രായത്തിൽ വാക്യമുണ്ട്, മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി. എബ്രായത്തിലെ വാക്യം, നിങ്ങൾ ആ വാക്യം നോക്കണം. മക്കൾ ജഡരക്തങ്ങളുടെ കൂടി ആയവരുകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങൾ കൂടിയവരായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി എന്നൊരു വാക്യമുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ നോക്കിയാൽ മതി, യേശുക്രിസ്തു ഇത് പറയുന്ന സമയത്ത് യഥാർത്ഥത്തിൽ നമ്മളോട് ഈ പ്രാർത്ഥന പഠിപ്പിക്കുന്ന സമയത്ത് ഇതൊന്നും നടന്നിട്ടില്ല, നടക്കുവാൻ പോകുന്നതേയുള്ളൂ. അപ്പം നടക്കാൻ പോകുന്നതുള്ളത് കൊണ്ട് എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കാലഘട്ടത്തിൽ എന്ത് ചെയ്തു? കർത്താവ് തൻ്റെ ശിഷ്യന്മാർ, നിങ്ങൾ ആ വാക്യം മുതൽ ആദ്യം മുതൽ ഈ വാക്യം ഒന്ന് വായിച്ച് അത് നമുക്ക് താഴേക്കൊന്ന് പോകാം. ലൂക്കോസ് ലീഹായുടെ സുവിശേഷം ഇവിടെ മുതലൊന്ന് വായിച്ച്, അങ്ങനെ വായിച്ചൊന്ന് വായിച്ച്, ഒരാളൊന്ന് വായിച്ചു, അത് വായിച്ചു. 11-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം 1-ാമത്തെ മുതൽ വായിച്ചു. ആരാ വായിക്കാനുള്ളത്? ഒരാൾ വായിച്ചേ. അവൻ ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. തീർന്ന ശേഷം ശിഷ്യന്മാരിൽ ഒരുത്തൻ അവനോട്, കർത്താവേ, യോഹന്നാൻ നിന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിപ്പിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞു. മതി സിസ്റ്റർ. അപ്പോൾ അന്ന് ശിഷ്യന്മാർ വന്ന് ചോദിക്കുകയാണ്, കർത്താവേ, യോഹന്നാൻ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. അപ്പം യേശുക്രിസ്തു പറയാം, ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ ദൈവരാജ്യം വന്നു, നീതി വന്നു, പാപമോചനം വന്നു എന്ന് യേശുക്രിസ്തു അങ്ങനെ പ്രാർത്ഥിക്കാൻ അവരെ പഠിപ്പിച്ചുവെങ്കിൽ ഒരു അടുത്ത ക്വസ്റ്റ്യൻ വരും. അങ്ങനെയാണെങ്കിൽ യേശു മരിക്കാതെ എങ്ങനെയാണ് പാപമോചനം ഉണ്ടാകുന്നത്? എങ്ങനെയാണ് യേശുക്രിസ്തു മരിക്കാതെ മനുഷ്യൻ്റെ അകത്ത് ഈ ദൈവരാജ്യം വരുന്നത്? അപ്പോൾ നിങ്ങൾ നോക്കിയേ, പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ യേശു ജനിക്കുന്നു. അതുകൊണ്ടാണ് സ്വർഗസ്ഥനായ പിതാവേ, നിന്റെ രാജ്യം വരണം, നിന്റെ ഇഷ്ടം നടന്നിട്ടില്ല, നടക്കണം, ഞങ്ങളുടെ പാപത്ത് ഞങ്ങളെ മോചിപ്പിക്കണം. നിങ്ങൾ ഈ വാക്യം കൊണ്ടോ, ഈ വാക്യം ഒന്നുകൊണ്ട് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ഒരു വാക്യം കൊണ്ടോ നമ്മൾ പലപ്പോഴും പറയുന്നൊരു വാക്യമാണ്. നിങ്ങളെല്ലാവരും ബൈബിൾ തുറന്നത്, എവിടെയാണോ നിങ്ങളിരിക്കുന്നത്, ഏത് ബൈബിളാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്, അത് കത്തോലിക്ക ആയിക്കോട്ടെ, CS ആയിക്കോട്ടെ, മാർത്തോമയുടെ ഏത് ബൈബിൾ ആയിക്കോട്ടെ, തുറന്നേ, ദുഷ്ടൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. ശ്രദ്ധിച്ച് ഈ വാക്കുകൊണ്ടോ? അപ്പോൾ ഈ വചനപ്രകാരം ദുഷ്ടൻ്റെ കയ്യിലാണ് നമ്മൾ, അല്ലേ? ആണോ അല്ലയോ? അതെ. ഇനി നിങ്ങൾ കേട്ടോണം. എബ്രായ ലേഖനം, യേശുക്രിസ്തുവിന്റെ മരണത്തിന് ശേഷം എബ്രായരം പറയുന്നു. ഒരാൾ നീ വാക്യം ഒന്ന് വായിച്ചേ, ഒരാൾ മാത്രം ഈ വാക്യം ഒന്ന് പയ്യെ സ്പീഡ് കുറച്ച് വായിച്ചേ. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് ഒരാൾ വായിച്ചു.
അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ ഉം, തന്റെ മരണത്താൽ നീക്കി ഉം. ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. കണ്ടോ? അപ്പൊ തന്റെ മരണത്താൽ ആരെ നീക്കി? അടിമ പിശാച് ഈ 15-ാമത്തെ വാക്യം മാത്രം വായിച്ചേ, 15 മാത്രം വായിച്ചേ. തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. പീഡിപ്പിച്ചു. ഇനി ഞാൻ ചോദിച്ചോട്ടെ, ഇനി നോക്കി, ഇനി സ്വർഗസ്വനായ പിതാവിലോട്ടൊന്ന് വന്നേ. അവിടെ ഇതേക്കുന്നത് എന്തുവാ? ദുഷ്ടന്റെ കയ്യിൽ നിന്ന് വായിച്ചേ. ദുഷ്ടനിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ. ഇനി ഇവിടെ വായിച്ചേ, ഇവിടെ വായിച്ചേ, ഇവിടെ വായിച്ചേ. തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിക്ക് അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. അപ്പൊ നമ്മൾ ആദ്യം വായിച്ചത് എന്തായിരുന്നു? ആദ്യം വായിച്ചത് എന്തായിരുന്നു? മത്തായില് വിടുവിക്കണം. ഇവിടെ എന്താ വായിച്ചിരിക്കുന്നത്? ഇവിടെ എന്താ വെച്ചേക്കുന്നത്? അപ്പൊ നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലായി സ്വർഗസ്വനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന യേശുക്രിസ്തുവിന് മുമ്പുള്ളതാണോ ശേഷം പ്രാർത്ഥിക്കേണ്ടതാണോ? പറ, ഇത് കേട്ടിട്ട് പറ. യേശുക്രിസ്തുവിന് മുൻപ് മുമ്പുള്ള പ്രാർത്ഥന. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? യേശുക്രിസ്തു മരിച്ച ശേഷം അതിനെല്ലാം മറുപടിയായി. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി. ഇതാണ് ഞാൻ പറഞ്ഞത്, ബൈബിൾ നമ്മൾ കാണാത്ത വലിയ സത്യത്തിന്റെ ഒരു പുസ്തകമാണ്. ഇനി നിങ്ങൾ എത്ര തർക്കിക്കാൻ നോക്കും അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ ഈ വചനം മുഴുവൻ മാറ്റേണ്ടി വരും. അപ്പൊ നിങ്ങൾ നോക്കിയോ, തന്റെ മരണത്താൽ നീക്കി മരണഭീതിയിൽ. അപ്പൊ പിശാച്, അപ്പൊ യേശുവിന്റെ മക്കൾ ജഡരക്തത്തോട് കൂടിയവരായതുകൊണ്ട് യേശുവും അവരെ പോലെ ജഡരക്തത്തോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി. അപ്പൊ യേശു മരിച്ചുവെങ്കിൽ പിശാചിന്റെ തല തകർത്തിരിക്കുന്നു. അപ്പൊ മരണഭീതിയിൽ അപ്പൊ നമ്മളെ വിടുവിച്ചു. അപ്പൊ നമ്മുടെ പ്രാർത്ഥന എന്തായിരുന്നു? സ്വർഗസ്വനായ പിതാവേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ നാമം പൂജിതമാകണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇവിടെ പറ ദുഷ്ടന്റെ കൈ ഞങ്ങളെ വിടുവിക്കണം. അപ്പൊ ഞങ്ങൾ ദുഷ്ടന്റെ കൈക്കകത്താണ് നമ്മൾ. അപ്പൊ ഇന്നും നിങ്ങൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഇപ്പോഴും ദുഷ്ടന്റെ കൈക്കകത്ത് തന്നെയാണ്. നിങ്ങൾക്കൊരിക്കലും പിശാചിൽ നിന്നും മോചനം ഉണ്ടാകത്തില്ല. നമ്മുടെ മേലും നമ്മുടെ കുടുംബത്തിന്റെ മേലും സാത്താന് സ്വാധീനം ഉണ്ടാകും. അതുകൊണ്ടാണ് പല ആളുകളെയും ഈ പ്രാർത്ഥനയിൽ നിന്നും ഇപ്പോഴപ്പോൾ ഞാൻ അപ്പോൾ ശ്രദ്ധിച്ചു നോക്കി, യേശുക്രിസ്തുവിനെ ഞാൻ എപ്പോഴും പറഞ്ഞില്ല. യേശുക്രിസ്തുവിന് മുമ്പ് ഒരു കാലഘട്ടം, ക്രൂശിന് ശേഷം ഒരു കാലഘട്ടം. ഇത് രണ്ടും മറന്നു പോകല്ലേ. ഇനി നമ്മൾ മറ്റൊരു വാക്യം കൂടെ പറഞ്ഞിട്ട് ഈ മുമ്പേ അവൻ്റെ രാജ്യവും നീതിയിലേക്ക് ഒന്ന് വരാം. ഇതെന്തിനാണ് ഞാൻ ഈ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വീടിൻ്റെ അകത്ത് ഇനി ഒരു പിശാചിനും കയറാൻ കഴിയത്തില്ല. പറഞ്ഞു തരാം. ഇനി ഇവിടെ നോക്കിയേ, നിങ്ങൾ മൈക്ക് മ്യൂട്ട് ചെയ്തേ. ഞാനിത് പറയുമ്പോൾ മാത്രം മൈക്ക് നിങ്ങൾ നോക്കിയാൽ മതി. ഈ വാക്യം നോക്കിയേ, ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണം. അപ്പോൾ നമ്മൾ വായിച്ചു യേശുക്രിസ്തു ജനിച്ചത് തന്നെ പാപങ്ങൾ. ഇനി നിങ്ങൾ ആരും മ്യൂട്ട് മാറ്റണ്ട. ഞാൻ പറയുമ്പോൾ മ്യൂട്ട് മാറ്റിയാൽ മതി. ഞാൻ നിങ്ങൾക്ക് തരം മ്യൂട്ടിങ്ങിനെ മാറ്റാതിരിക്കാൻ വേണ്ടിയാണ് ഞാനതങ്ങനെ ഓണാക്കിയിട്ടിരിക്കുന്നത്. ഇവിടെ നോക്കിയേ, അപ്പോൾ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണം. ഇനി യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം നോക്കിയേ, നാം വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നമുക്ക് കൂട്ടായ്മയുണ്ട്. കർത്താവിൻ്റെ രക്തം, യേശുക്രിസ്തുവിൻ്റെ രക്തം നമ്മുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. 8-ാം വാക്യത്തിൽ നമുക്ക് പാപമില്ല എന്ന് പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മളിലില്ല. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിലോ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. അപ്പം നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ അസത്യവാദി. അപ്പോൾ നിങ്ങൾ ആരും നീതിമാന്മാരല്ലായിരുന്നു, നമ്മളെല്ലാം പാപികളായിരുന്നു. ഇനി ഈ യോഹന്നാൻ ശ്ലീഹായുടെ ലേഖനമാണ്. യേശുക്രിസ്തുവിൻ്റെ മരണത്തിന് ശേഷം പറയുന്നു, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിലോ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചു സകല അനീതിയും പോക്കി ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം ദൈവം വിശ്വസ്തനാകുന്നു. അപ്പോൾ ഇനി നോക്കിയേ, ഇനി ലൂക്കോസ് ശ്ലീഹായുടെ സുവിശേഷം നോക്കിയേ, ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കണമേ എന്ന് നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ യോഹന്നാൻ ശ്ലീഹായുടെ ലേഖന പ്രകാരം യേശുക്രിസ്തു മരിച്ചിട്ടില്ല. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇനി ഈ 8-ാമത്തെ വാക്യം നോക്കിയേ, യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ആ വാക്യം നോക്കിയേ, ഈ 7-ാമത്തെ വാക്യം നോക്കിയേ, യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അപ്പോൾ എപ്പോഴാണ് യേശുക്രിസ്തുവിൻ്റെ രക്തം ഭൂമി ചൊരിഞ്ഞത്? പറ.
ക്രൂശിയും യേശുവിന്റെ മരണം ആമേൻ. അപ്പൊ കർത്താവിന്റെ കാൽവരി ക്രൂശിലൂടെ ഈ പാപമോചനം നടന്നുവെങ്കിൽ സ്വർഗസ്വനായ പിതാവിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ ലൂക്കോസ് ലീഗയുടെ സുവിശേഷം കർത്താവ് ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ അതിന്റെ അർത്ഥം യേശു ക്രിസ്തു ഇപ്പോഴും ക്രൂശിൽ രക്തം ചൊരിഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യേശു ക്രൂശിൽ രക്തം ചൊരിഞ്ഞുവെങ്കിൽ ആ രക്തം നമ്മുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിച്ചിരിക്കുന്നു. എന്നിട്ട് പറയണം നമുക്ക് പാപമൊന്നും ഇല്ല എന്ന് പറഞ്ഞിരിക്കേണ്ട, പാപം ഉണ്ടെങ്കിൽ പാപം ഉണ്ടെന്ന് പറയണം. ആ പാപം എല്ലാം ഏറ്റു പറയണം. ഏറ്റു പറയുന്നത് വെച്ചാൽ ഞാൻ 8ാം ക്ലാസ് മുതൽ ചെയ്ത പാപം ഏറ്റു പറയുന്നുള്ളതല്ല, ഞാൻ പാപിയാന്ന് സമ്മതിക്കണം. കർത്താവ് ഞാൻ പാപിയായ മനുഷ്യനാണെന്ന് സമ്മതിക്കുമ്പോൾ, യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുമ്പോൾ, രക്ഷിക്കപ്പെടുമ്പോൾ ആ രക്തം എന്നെ കഴുകി എന്നെ യേശുവിൽ നീതിമാനാക്കുന്നു. ഇത്രയും ബൈബിളാണ്. ഇത് മൊത്തവും പറഞ്ഞതിന് ശേഷമാണ് മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നത് മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും. അപ്പം ഞാൻ ചോദിച്ചോട്ടെ, യേശുക്രിസ്തു ഈ പറയുന്ന സമയത്ത് രാജ്യവും നീതിയും വന്നിട്ടുണ്ടോ? മത്തായിയുടെ സുവിശേഷമാണ്. വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും നമുക്കൊരു കൺഫ്യൂഷൻ വരുന്നത്. നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു പ്രാർത്ഥനാ വിഷയത്തിൽ ഭാരപ്പെടുമ്പോൾ ചിലപ്പോൾ ചില ദൈവദാസന്മാർ പറഞ്ഞു തരും, ആദ്യം നീ എന്ത് ചെയ്യണം, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കും, അതോടുകൂടെ കിട്ടും. ഇത്രയും പറഞ്ഞിട്ട് അവർ പറയും പ്രാർത്ഥനയ്ക്ക് നാളെ മുതൽ വരണം, നല്ലപോലെ വചനം കേൾക്കണം. ശരിയാണ്, നല്ലപോലെ വചനം കേൾക്കണം. പക്ഷേ ഇതിൻ്റെ അർത്ഥം അതല്ല. ഇതിൻ്റെ അർത്ഥം ദൈവരാജ്യത്തിൽ നിങ്ങൾ പ്രവേശിക്കണം. നിക്കോദീമോസിനോട് യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ പറയുന്നൊരു വാക്കുണ്ട്, നീ വീണ്ടും ജനിക്കണം. അപ്പോൾ നിക്കോദീമോസ് ചോദിക്കുന്നുണ്ട്, കർത്താവ് ഞാൻ പിന്നെയും അമ്മയുടെ ഗർഭത്തിലേക്ക് തിരിച്ചു പോയിട്ട് എങ്ങനെയാണ് ജനിക്കുന്നത്? അപ്പോൾ കർത്താവ് പറയുകയാണ്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണാൻ കഴിയത്തില്ല. അപ്പോൾ ദൈവരാജ്യത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കുവാൻ കഴിയും. എങ്ങനെ പ്രവേശിക്കാൻ കഴിയും? യേശു പറഞ്ഞൊരു വാക്കിലോട്ട് ഞാനൊന്ന് പറയാം. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം നമുക്ക് പരിചിതമായ വാക്യമാണ്. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം ഒന്ന് നോക്കിക്കണം. അതിൻ്റെ 10-ാം അധ്യായം നമ്മൾ എപ്പോഴും പറയുന്നൊരു വാക്കാണ്. ആ 10-ാം അധ്യായം നോക്കണം. 10-ാം അധ്യായത്തിൻ്റെ താഴേക്ക് വരുമ്പോൾ യേശു പറയുന്നൊരു വാക്കുണ്ട്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ 10:7 ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, ഞാൻ ആടുകളുടെ വാതിലാകുന്നു. ഇനി 9-ാം വാക്യം നോക്കിയേ, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും, അവൻ അകത്തു വരികയും പുറത്തു പോകുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. അപ്പം യേശുവാകുന്ന വാതിലിലൂടെ ആടുകളായ നമുക്ക് ദൈവരാജ്യത്തിലോട്ട് കയറാൻ പറ്റും. പക്ഷെ യേശുവാകുന്ന വാതിൽ തുറക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കാൽവരി ക്രൂശിൽ പാപമെന്ന പാറ പോലെ നിൽക്കുന്ന അടഞ്ഞു കിടക്കുന്ന ഡോറ് തകർക്കപ്പെടണം. അപ്പോൾ യേശു ക്രിസ്തു എന്ത് ചെയ്തു? ആ കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി നമ്മുടെ തടസ്സമായി നിന്ന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയാൻ പറ്റാതെ തടസ്സമായി നിന്നിരുന്ന നിങ്ങളുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുക. നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുന്നില്ലേ? ഈ ദിവസം നിങ്ങളെല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ഇതാണ് ക്രിസ്മസിൻ്റെ സന്ദേശം. നോക്കിക്കേ, ക്രിസ്മസിൻ്റെ സന്ദേശം എന്ന് വെച്ചാൽ മത്തായിയുടെ സുവിശേഷം നോക്കിയേ, ഒന്ന് വായിച്ചേ. മത്തായിയുടെ സുവിശേഷത്തിൽ ഇതാ ക്രിസ്മസിൻ്റെ ഏറ്റവും വലിയ സന്ദേശം. ഒന്ന് വായിച്ചേ, ഒരാളൊന്ന് വായിച്ചേ. പാപത്തിൽ നിന്നും ഒന്ന് വായിച്ചേ ഒരാൾ. പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടേണമെന്ന് പറഞ്ഞു. അപ്പൊ ഇതാണ് ലോകമെമ്പാടും നാം ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നമ്മുടെ പാപം എന്ന് പറഞ്ഞാൽ അതിൻ്റെ തടസ്സം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ദൈവരാജ്യത്തിൽ കയറാൻ കഴിയാതെ എന്നെ പിശാച് അടിമയാക്കി വെച്ചുകൊണ്ടിരുന്ന മെയിൻ ഘടകം പാപമാണ്. ഇതിൽ നിന്നും എന്നെ രക്ഷിക്കുവാൻ യേശു ജനിച്ചത് നമ്മൾ ലോകം മുഴുവൻ കൊണ്ടാടുന്ന ഈ ഒരു സമയമാണ് ക്രിസ്മസ്. 25 അല്ല എങ്കിൽ പോലും, ഡിസംബർ 25 അല്ല ക്രിസ്തുവിൻ്റെ ജനനമെങ്കിൽ പോലും നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു? കൊണ്ടാടുന്നു, ആഘോഷിക്കുന്നു. അപ്പോൾ ഇവിടെ വചനം പറയുന്നു നമ്മുടെ പാപത്തിൽ നിന്നും നമ്മെ രക്ഷിക്കുവാൻ യേശു ഭൂമിയിൽ ജനിച്ചു. അപ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചോണം, എന്തിനാണ് യേശു ജനിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാപം മാറി എനിക്ക് വേണ്ടി ഒരു രാജ്യം ഭൂമിയിൽ, സ്വർഗത്തിലെ പോലൊരു രാജ്യം ഭൂമിയിൽ സ്ഥാപിക്കപ്പെടണം. അപ്പോൾ സ്വർഗത്തിൽ എന്തെല്ലാം ഉണ്ടോ അതേ ഫെസിലിറ്റി ഉള്ള രാജ്യം ഭൂമിയിൽ ഉണ്ടാക്കണം. ഈ ഭൂമിയിൽ ഉണ്ടാക്കണമെങ്കിൽ ആദ്യം വേണ്ടത് നീതിമാനായ ദൈവത്തിൻ്റെ അതേപോലെ തന്നെ നീതി എന്ന അടിസ്ഥാനം വേണം. 2, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നീതി സമാധാനം, അതായത് ദൈവത്തിൻ്റെ സമാധാനം ഈ ഭൂമിയിൽ വരണം. അതിനുവേണ്ടി എന്ത് ചെയ്തു? ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് കർത്താവ് സമാധാനത്തെ ഉണ്ടാക്കി. എന്നിട്ട് മൂന്നാമതായിട്ട് പരിശുദ്ധാത്മാവിലെ സന്തോഷം. ഇനി ശ്രദ്ധിച്ചോണം, യേശു ക്രിസ്തു ഭൂമിയിൽ ഈ നീതി സ്ഥാപിക്കുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ലൂക്കോസ് സുവിശേഷത്തിൻ്റെ വാക്യമുണ്ട്, ദുഷ്ടൻ്റെ കയ്യിൽ നിന്ന് നമ്മെ വിടുവിക്കണം.
അതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്യുന്നറിയാവോ? എബ്രായ ലേഖനത്തിൽ പറയുന്നു, എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൽ നിങ്ങൾ നോക്കി, എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ പറയുന്നു, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായതുകൊണ്ട് യേശുവും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം അടിമകളായിരുന്ന നമ്മളെയൊക്കെ വിടുവിച്ചു. നിങ്ങൾ നോക്കണം, അടിമയായിരുന്ന നമ്മളെ വിടുവിച്ചു. ഇനി ഒരു ചോദ്യം വെച്ചിട്ട്, ഇനി നിങ്ങളെ വിടുവിച്ചിട്ട് കർത്താവ് നിങ്ങളെ വിടുവിച്ചു എന്ന് വചനം പറയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, രോഗികളായിട്ടിരിക്കുന്നവരോ ശാപത്തിലോ തകർച്ചയിലിരിക്കുന്നവർ ഒന്നും ചെയ്യേണ്ട. യേശുവിൻ്റെ കർത്താവ് വന്ന് വിശ്വസിച്ച് യേശുവിൻ്റെ വചനം ഏറ്റു പറഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മോചനം ലഭിക്കും. ഇനി നിങ്ങളെ ദൈവം വിടുവിച്ചു. ഇനി വിടുവിച്ചിട്ട് നിങ്ങളെ ഇനി കൊണ്ടുവെക്കേണ്ടത് എവിടെയാണെന്നറിയാവോ? ഒന്ന് പറ. നിങ്ങളെ ഇവിടെ നിന്ന് വിടുവിച്ചിട്ട്, ഇപ്പം നമുക്കറിയാം, ഇപ്പം ഉദാഹരണമായിട്ട് പറയാം, ഇന്ത്യ ബന്ധിതരായിരുന്ന സൈനികരെ അവിടെ നിന്ന് എന്ത് ചെയ്തു? പാകിസ്ഥാൻ്റെ കയറത്തിൽ നിന്നും വിടുവിച്ചിട്ട് എങ്ങോട്ടായിരിക്കും കൊണ്ടുപോകുന്നത്? ഒന്ന് പറ. ഇന്ത്യൻ സൈന്യം ഇന്ത്യ എന്ന രാജ്യത്തിലേക്ക്, നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കേട്ടല്ലോ, ഒരു മേജറായിട്ടുള്ള അദ്ദേഹത്തെ എന്ത് ചെയ്തു? പാകിസ്ഥാൻ സൈനികരിൽ നിന്നും വിടുവിച്ചു. എന്നിട്ട് എങ്ങോട്ട് കൊണ്ടുവന്നു? ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. അപ്പം നിങ്ങളെ വിടുവിച്ചിട്ട് കർത്താവ് എങ്ങോട്ട് കൊണ്ടുപോയി? തെളിവെന്തുവാ? തെളിവെന്തുവാ? ഈ വചനമാണ് തെളിവ്. നോക്കിയേ, ഈ വചനം നോക്കി, ഈ വചനം നോക്കി, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് നമ്മെ വിടുവിച്ചു. അപ്പോൾ എത്ര സ്ഥലത്ത് തന്നെ വിടുവിച്ചത്? പിശാചിന്റെ കയ്യിൽ നിന്നും ഇരുട്ടിന്റെ അധികാരത്തിൽ തന്നെ വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ എന്നെ ആക്കി വെച്ചിരിക്കുന്നു. പുത്രന്റെ രാജ്യത്തിൽ എന്നെ എന്ത് ചെയ്തിരിക്കുന്നു? ആക്കി വെച്ചിരിക്കുന്നു. അപ്പൊ ഞാനിപ്പോ എവിടെ ഇരിക്കുന്നത്? ഇനി നേരെ നിങ്ങൾ ലൂക്കോസിലോട്ടൊന്ന് വന്നേ. ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ കണ്ടോ, സ്വർഗസ്വനായ പിതാവേ നിന്റെ രാജ്യം വരണമേ. ഇപ്പൊ നിങ്ങൾ എവിടെ ഇരിക്കുന്നത്? നോക്കിയേ, ഇപ്പൊ നിങ്ങൾ എവിടെ ഇരിക്കുന്നത്? നമ്മൾ ദൈവരാജ്യത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അതാണ് യേശു പറഞ്ഞത്, എൻ്റെ രാജ്യം ഐഹികമല്ല. എൻ്റെ അർത്ഥം എൻ്റെ രാജ്യം ഈ ലോകം പോലെ അല്ല. അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ വരുന്നത്. ഈ പുത്തനെരിശലേമും ദൈവരാജ്യവും തമ്മിൽ നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരുന്നതിൻ്റെ കാര്യം മനസ്സിലായോ? ഒരുവൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെ ദൈവം എന്ത് ചെയ്തു? ഇവിടെ നിങ്ങൾ വചനം നോക്കി, ഞാൻ പറയുന്ന വാക്യമല്ല, ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിങ്ങളെ വിടുവിച്ചു. അതായത് നിങ്ങളെ വിടുവിച്ചിട്ട് കർത്താവ് എന്ത് ചെയ്തില്ല? ചുമ്മാ കളഞ്ഞില്ല, നിങ്ങളെ പുത്രൻ്റെ രാജ്യത്തിലേക്ക് ആക്കി വെച്ചു. നിങ്ങൾ നോക്കിയേ, പുത്രൻ്റെ രാജ്യത്തിൽ. ആ വചനം ശ്രദ്ധിച്ചു നോക്കിയേ, ഞാൻ പറയുന്ന വാക്യമല്ല, പുത്രൻ്റെ രാജ്യം. എൻ്റെ അടുത്ത് യേശു ക്രിസ്തു ഉള്ള രാജ്യത്തിലേക്ക് നിങ്ങളെ ആക്കി വെക്കുകയും ചെയ്തു. പുത്രൻ്റെ രാജ്യം, പുത്രൻ സ്ഥാപിച്ച രാജ്യം, ഇതിലേക്ക് നിങ്ങളെ ആക്കി വെക്കുകയും ചെയ്തു. ശ്രദ്ധിച്ച്, ചെയ്യുമെന്നല്ല, ചെയ്തു. അപ്പം നിങ്ങളിരിക്കുന്നത് ദൈവരാജ്യത്തിലാണ്. പക്ഷേ ബ്രദർ, ഒരു ചോദ്യം, ഞാൻ ഇരിക്കുന്നത് ദൈവരാജ്യത്തിലാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് എനിക്കിതൊന്നും കാണാനോ ഇതൊന്നും കേൾക്കാനോ ഇതൊന്നും അനുഭവിക്കുവാനോ കഴിയാത്തത്? ഇവിടെയാണ് കർത്താവ് കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ, എൻ്റെ രാജ്യം ഐഹികമല്ല. എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് യേശുക്രിസ്തു പറഞ്ഞത് മനസ്സിലായി. എൻ്റെ രാജ്യം ഈ ലോകം പോലെയല്ല, നിൻ്റെ രാജ്യം പോലെ അല്ല. അതിൻ്റെ അർത്ഥം നമുക്ക് കണ്ണുകൊണ്ട് നമുക്കിപ്പോൾ, ഞാനിപ്പോൾ പറഞ്ഞു, ഞാൻ ഇന്നാൾ പറഞ്ഞല്ലോ, സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. ഞാൻ ഓർത്തു സ്നാനപ്പെട്ടപ്പോഴേക്കും എൻ്റെ മൂക്കും വായും കണ്ണുമൊക്കെ നന്നായിട്ടൊന്ന് രൂപമാറ്റം വരും. ഒന്നും സംഭവിച്ചില്ല. ഞാൻ വെള്ളത്തിൽ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്കും എന്താ പറയുക, മീനച്ചിലാറ്റിൽ പൊങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ വസ്ത്രം നനഞ്ഞതല്ലാതെ പ്രത്യേകിച്ച് എനിക്കൊരു മാറ്റം ഉണ്ടായില്ല. പക്ഷേ എൻ്റെ ആത്മാവിൽ വചനപ്രകാരം ഞാൻ ദൈവരാജ്യത്തിലേക്ക് വന്നിരിക്കുന്നു. ഇനി എങ്ങനെ അറിയാൻ പറ്റും? ഞാൻ എൻ്റെ വിശ്വാസം ഉപയോഗിക്കുമ്പോൾ ഈ രാജ്യത്തിലുള്ള വ്യക്തിക്ക് ദൈവം തന്നിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന് കൃപാവരങ്ങൾ, 9 കൃപാവരങ്ങൾ ഈ രാജ്യത്തിലെ പൗരന്മാർക്ക് അവകാശമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഓരോ രാജ്യത്തിനും ഓരോ ഫെസിലിറ്റി ഉള്ളതുപോലെ ദൈവരാജ്യത്തിൽ ദൈവം തന്നിരിക്കുന്ന ഏറ്റവും വലിയ ഒരായുധമാണ് വിശ്വാസം. ഈ രാജ്യത്തിലിരുന്നു കൊണ്ട്, ഇനി നിങ്ങൾ ഞാൻ പറഞ്ഞ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നു, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കാൻ ഒരു സംശയം നിങ്ങൾക്ക് വന്നല്ലോ. ഇപ്പോൾ നിങ്ങളിപ്പോൾ എവിടെ ഇരിക്കുന്നത്? ഒന്ന് പറ, ഇപ്പോൾ നിങ്ങൾ എവിടെ ഇരിക്കുന്നത്? ഈ വചനപ്രകാരം നിങ്ങളിപ്പോൾ എവിടെ ഇരിക്കുന്നത്?
ദൈവരാജ്യത്തിൽ. അപ്പൊ ഇനി ഒരു ചോദ്യം, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കാൻ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തോ? ഇനി എന്തോ അതിന്റെ അർത്ഥം? ദൈവരാജ്യം അന്വേഷിക്കും. ദൈവരാജ്യം അന്വേഷിക്കണം. ദൈവരാജ്യത്തിന്റെ നീതിയിൽ നടക്കണം. അപ്പൊ ദൈവരാജ്യം ഇനി അന്വേഷിക്കുന്നതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇനിയും രക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. നിങ്ങൾ ഇനിയും രക്ഷിക്കപ്പെട്ടിട്ടില്ല, ഇനിയും നിങ്ങൾ യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ വിശ്വസിച്ചിട്ടില്ല, ഇനിയും നിങ്ങൾക്ക് പാപമോചനം വന്നിട്ടില്ല, ഇനിയും നിങ്ങൾ യേശുക്രിസ്തുവിന്റെ എല്ലാ അനുഗ്രഹത്തിലേക്കും പ്രവേശിച്ചിട്ടില്ല. അവരിപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു, അവരിപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത് നിങ്ങൾ എപ്പോഴും ഓർത്തോണം. കർത്താവ് ഇത് പറയുന്ന സമയത്ത് ക്രൂശിൽ യേശു മരിച്ചിട്ടില്ല, ക്രൂശിൽ യേശു മരണപ്പെട്ടിട്ടില്ല, കർത്താവ് ക്രൂശിൽ രക്തം ചീന്തിയിട്ടില്ല, കർത്താവ് മുൾക്കിരീടം ഏന്തിയിട്ടില്ല, ഇതൊന്നും നടന്നിട്ടില്ല. അതുകൊണ്ടാണ് മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ. പക്ഷേ ക്രൂശിന് ശേഷം ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നു, ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്നും നമ്മെ വിടിവിച്ചു സ്നേഹസ്വരൂപൻ്റെ പുത്രത്തിൽ ആക്കി വെച്ചിരിക്കുന്നു. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഇവിടെ നിങ്ങൾ നോക്കണം. ഇനിയിപ്പം ഈ രാജ്യത്തിലിരിക്കുക. അപ്പോൾ നിങ്ങൾ ഇനി മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കേണ്ട കാര്യമില്ല, നീതിയും രാജ്യവും വന്നു കഴിഞ്ഞു. ഇനി ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്നും നമ്മെ വിടിവിച്ചു. ശ്രദ്ധിച്ചോണം, ഇരുട്ടിനൊരു അധികാരമുണ്ട്. ഇവിടെ നോക്കണം. 2 എബ്രായ ലേഖനം പറയുന്നു, അതായത് പിശാശിൻ്റെ മരണത്തിൻ്റെ അധികാരിയായ പിശാശിനെ അടിമകളായിരുന്നവരൊക്കെ നമ്മെ വിടിവിച്ചു. അപ്പോൾ 2 കാര്യം പറയുന്നു. 1 ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്നും, 2 പിശാശിൻ്റെ അധികാരത്തിൽ നിന്നും നമ്മെ വിടിവിച്ചു. ഇത് രണ്ടും വിടിവിച്ചത് നിങ്ങളിപ്പോൾ കേട്ടു. ഇനി നിങ്ങൾ യേശുവിനെ കർത്താവിൻ്റെ രക്ഷിതാവുമായി സ്വീകരിച്ച് കഴിയുമ്പോൾ, വിശുദ്ധ സ്നാനമേറ്റ് കഴിയുമ്പോൾ, അല്ലെങ്കിൽ രക്ഷാപദ്ധതിയിലേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ ദിവസവും നിങ്ങൾ ആയിരിക്കുന്ന രാജ്യത്തിൻ്റെ, നമുക്കറിയാം ഒരു രാജ്യത്തിൽ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെയുള്ള സൗകര്യങ്ങളെ നമ്മൾ ഉപയോഗിക്കണം. ഇപ്പോൾ നിങ്ങളിപ്പം ഞാനിപ്പം ആയിരിക്കുന്ന രാജ്യത്ത് യഥാർത്ഥത്തിൽ വന്നതിന് ശേഷം പലരും ചോദിക്കും, എന്നെ സുഹൃത്തുക്കൾ ചിലപ്പോൾ വിളിക്കുമ്പോൾ എന്നോട് ചോദിക്കും എന്ത് ആഹാരമാണ് കഴിക്കുന്നത് ചോദിക്കും. അപ്പം ഞാൻ പലപ്പോഴും പറയും ദോശ കഴിക്കുന്നു, അപ്പം കഴിക്കുന്നു, ഇത് കഴിക്കുന്നു. ഉടനെ അവർ ചോദിക്കും ഇത് നീ എന്നോട് ചോദിച്ചു, എൻ്റെ സുഹൃത്തുക്കൾ ചോദിച്ചു, നിങ്ങൾ ഈ രാജ്യത്ത് തന്നെ ആണോ? അപ്പോൾ കാരണം ഈ രാജ്യത്ത് വന്നിട്ട് ഞാൻ ഈ രാജ്യത്തിൻ്റെ ആഹാരം ഒന്നും കഴിക്കുന്നില്ല, ഞാൻ എൻ്റെ വന്ന രാജ്യത്തിൻ്റെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഈ രാജ്യത്ത് വന്നിട്ടോ അല്ലെങ്കിൽ വേറൊരു, ഇപ്പോൾ നിങ്ങൾ ഉദാഹരണം പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലോ അറേബ്യൻ രാജ്യത്തോ അല്ലെങ്കിൽ അമേരിക്കയിലോ അല്ലെങ്കിൽ വേറെങ്കിലും യൂറോപ്യൻ രാജ്യത്തോ ഇന്ത്യയിൽ നിന്ന് യാത്ര നിങ്ങൾ അവിടെ ചെന്നിട്ട് നിങ്ങൾ അവിടെ പോയിട്ട് നിങ്ങൾ അവിടെ ചെന്നു പെട്ടു നിങ്ങൾ, പക്ഷെ നിങ്ങൾ അവിടുത്തെ ഒന്നും ഉപയോഗിക്കുന്നില്ല. ഒരു ഉദാഹരണം ഒന്ന് പറ, എനിക്ക് വായിലൊരു ഉദാഹരണം പോലും വരുന്നില്ല. ഒരു ഉദാഹരണം പറ, അവിടെ ചെന്നിട്ട് നിങ്ങൾ ഒരു ഫെസിലിറ്റി അവിടുത്തെ ഹൈ ഫെസിലിറ്റികളൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ എന്തോ ഒരു ഫെസിലിറ്റി പറ, എൻ്റെ മനസ്സിലൊന്നും വരുന്നില്ല. ആരും ഇല്ലെന്ന് പറയാൻ ഒരു ഉദാഹരണം ആലോചിക്കണം എല്ലാവരും. ആഹാരമല്ല, ആഹാരം പോട്ടെ, ആഹാരം പോട്ടെ, അവിടുത്തെ ഭാഷ ഇംഗ്ലീഷ് ആണെങ്കിൽ നമ്മൾ മലയാളം തന്നെ പറയും. ഓക്കെ, ഞാൻ പറഞ്ഞത് ഒരു ഫെസിലിറ്റി പറ, അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു അവിടുത്തെ ഒരു സൗകര്യം പറ, അവിടുത്തെ ഡ്രസ്സുകൾ, ഞാൻ പറഞ്ഞു നമുക്ക് ഉദാഹരണമായിട്ട് പറഞ്ഞ അവിടുത്തെ ഒരു നമ്മുടെ ഇന്ത്യയിൽ ഇല്ലാത്ത ഒരു സൗകര്യം ഞാൻ അവിടെ ചെന്നപ്പോൾ ഉപയോഗിക്കുന്നു. ഞാനെന്നാ പറയാം, നിങ്ങൾക്ക് എനിക്ക് വന്ന് ആലോചിച്ച് ഞാനിപ്പോൾ ഇവിടെ വന്ന സമയത്ത് ഇപ്പം ഉദാഹരണമായിട്ട് ഞാനിപ്പോൾ ഇവിടുത്തെ ഇലക്ട്രിക് ട്രെയിനുകൾ യൂസ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞോട്ടെ, ഇവിടുത്തെ ഈ രാജ്യത്തിൻ്റെ ഒരു ഫെസിലിറ്റി, ഇപ്പോൾ US ജീവിക്കുന്നവർ ഇന്ത്യ തമ്മിലുള്ള കമ്പയർ ചെയ്യുമ്പോൾ അവർ പറയും കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജികൾ യൂസ് ചെയ്യുന്നു, കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളെ അവർ ഉപയോഗിക്കുന്നു. കാര്യം കുറച്ചും കൂടെ ഡെവലപ്പ് ആയിട്ടുള്ള കൺട്രികൾ വ്യത്യാസം. ഇപ്പോൾ ജപ്പാനിൽ ചെന്നാൽ ചൈനയിൽ ചെന്നാൽ കുറച്ചും കൂടെ അവർ ഡെവലപ്പാണ്, നമ്മളെക്കാളും കുറച്ചും കൂടെ ഡെവലപ്പാണെന്ന് പറയുന്നു. അപ്പോൾ ആ ഫെസിലിറ്റികളെ യൂസ് ചെയ്യുവാണ്. ആ ഫെസിലിറ്റി എങ്ങനെ യൂസ് ചെയ്യുന്നത്? നിങ്ങൾ ആ രാജ്യത്തിൽ ചെന്ന് ആ രാജ്യത്തിലാണെന്നുള്ള ബോധ്യത്തിൽ നിങ്ങൾ അവിടെയുള്ള കാര്യങ്ങളെ ഉപയോഗിക്കുമ്പോഴാണ് നിങ്ങൾക്ക് അവിടെ ബോധ്യം ഉണ്ടാകുന്നത്. എനിക്ക് ഉദാഹരണമൊന്നും വായി വന്നില്ല, അതുകൊണ്ടാണ് ഞാനും ഒന്ന് കൺഫ്യൂസ്ഡ് ആയത്. ഇപ്പോൾ ഇരുട്ടിൻ്റെ അധികാരത്തിൽ വിടുവിച്ച് ദൈവരാജ്യത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. ഇനി ദൈവരാജ്യത്തിൽ ഇരിക്കുന്നവൻ ഓർത്തോണം, നിങ്ങൾ ഇനി കമ്പയർ ചെയ്യണം, ഇനി 2 രാജ്യവും തമ്മിൽ കമ്പയർ ചെയ്യണം. ദൈവരാജ്യത്തിൽ എന്തെല്ലാം ഉണ്ട് ഇത് നിങ്ങൾ കണ്ടെത്തണം. ദൈവരാജ്യത്തിൽ എന്തെല്ലാം ഉണ്ട് ഒന്ന് അന്വേഷിക്കണം. ദൈവമുള്ള യേശുവുള്ള രാജ്യത്തിൽ എന്തെല്ലാം ഉണ്ടോ? ഇനി നിങ്ങൾക്ക് ഞാൻ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്കാൻ വേണ്ടി പഴയ വാക്യത്തിലേക്കൊന്ന് വരികയാണ്, മത്തായിലേക്കൊന്ന് വരികയാണ്. അകൽ എന്ത് തിന്നും
എന്ത് കുടിക്കും, എന്ത് ഉടുക്കും എന്ന് നീ വിചാരപ്പെടേണ്ട. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥനായ നിന്റെ പിതാവ് ഇതൊക്കെയും ആവശ്യമെന്ന് അറിയുന്നല്ലോ. എന്നിട്ട് പറയണം, മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ. എന്നിട്ട് പറയണം, അതുകൊണ്ട് നാളേക്കായിട്ട് വിചാരപ്പെടരുത്. അതിൻ്റെ അർത്ഥം എന്തുവാ? ഈ ലോകത്തിൽ ജീവിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഉണ്ടാകുന്ന ഒരു ഫീലിങ്സ് ആണ് ടെൻഷൻ, വിചാരം, ആകുലത, ഭാരം, പ്രയാസം, ടെൻഷൻ. ദൈവരാജ്യത്തിലുള്ള വ്യക്തി ടെൻഷൻ അടിക്കണ്ട. അയ്യോ അതെങ്ങനെ ബ്രദറെ ടെൻഷൻ അടിക്കാതിരിക്കുന്നത്? എനിക്ക് ബ്രദറെ നാളത്തെ എനിക്ക് ക്രിസ്മസ് കഴിഞ്ഞിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യാൻ നിൽക്കുക ബ്രദറെ. കാര്യം എന്തോ ഭയങ്കര ആകുലതയാണ്. അപ്പോൾ ഈ ദൈവരാജ്യത്തിലുള്ള വ്യക്തി ആകുലപ്പെടണ്ട എന്ന് പറയാൻ കാരണം എന്നാണെന്നറിയാവോ? അതിൻ്റെ തൊട്ട് മുഴുത്ത വാക്യത്തിൽ യേശുക്രിസ്തു ചില ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആകാശത്തിലെ പറവുകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല, എങ്കിലും സ്വർഗസ്ഥനായ പിതാവ് അവയെ പുലർത്തുന്നു. ശ്രദ്ധിച്ച്, അവയെ പുലർത്തുന്നു. അപ്പോൾ സ്വർഗസ്ഥനായ പിതാവ് പറയുകയാണ്, ആകാശത്തിലെ പറവ നമ്മളെപ്പോലെ കൊയ്യാനും പോകുന്നില്ല, വിതയ്ക്കാനും പോകുന്നില്ല, പണിക്കും പോകുന്നില്ല. നിങ്ങൾ എന്നേ കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ആകാശത്തിലെ പക്ഷികൾ രാവിലെ ജോലിക്ക് പോയിട്ട് വൈകുന്നേരം തിരിച്ചു വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. നമ്മൾ മാത്രമാണ് വിതയ്ക്കാനും കൊയ്യാനും കളപ്പുരയിൽ ശേഖരിക്കാനും പോകുന്നത്. ഇപ്പോൾ ഇത് ഒരു ഉപമയാകട്ടോ, നാളെ മുതൽ ജോലിക്ക് പോകണ്ടെന്നല്ല പറയുന്നത്, ഇതൊരു ഉപമയാണ്. അവ വിതയ്ക്കുന്നുമില്ല, കൊയ്യുന്നുമില്ല, പക്ഷേ അവയ്ക്ക് എന്തുണ്ട്? ഒരു കുറവുമില്ല. ദൈവം അവയെ പോറ്റി പുലർത്തും. നമ്മൾ ഓടി മടുത്തിട്ട് ഒന്നും സേവ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ദൈവരാജ്യത്തിൻ്റെ പ്രത്യേകത, നീ ഓടണ്ട, പകരം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി, പിതാവ് നിങ്ങൾക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം വലിയൊരു കരുതലുള്ള രാജ്യമാണ് ദൈവരാജ്യം. അതിൻ്റെ അർത്ഥം നിങ്ങൾ ഇനി എത്ര കൊല്ലം ഈ ഭൂമിയിൽ 100 വയസ്സ് വരെ ജീവിച്ചാലും 200 വയസ്സ് വരെ ജീവിച്ചാലും ഒരു നന്മയ്ക്കും നിങ്ങൾക്ക് കുറവ് വരത്തില്ല. സകലതും ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ദൈവരാജ്യം. രാജ്യത്തിൻ്റെ പ്രത്യേകത ഉണ്ടോ? ഈ രാജ്യത്തിൽ നിങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ വിചാരപ്പെടേണ്ട. പലപ്പോഴും നമ്മൾ പഠിച്ചിരിക്കുന്ന നേരെ തിരിച്ചാകട്ടോ, ദൈവരാജ്യത്തിൽ വന്നു കഴിഞ്ഞാൽ പട്ടിണിയും നഗ്നതയും രോഗവും പ്രയാസവും ഒക്കെയാണ്. ഇത് ഈ രാജ്യത്താണ് ഇതുള്ളത്. ഒന്നാലോചിച്ച് നോക്കി, ഈ രാജ്യത്താണുള്ളത്. നമ്മൾ താമസിക്കുന്ന ഈ രാജ്യത്തല്ലേ പട്ടിണിയുള്ളത്? ഇത് പറയാം, അല്ല ബ്രദർ ദൈവരാജ്യത്തിൽ പട്ടിണിയുണ്ട്, ഒരു തെളിവ് കാണിക്കുക. ദൈവരാജ്യത്തിൽ പട്ടിണി ഉണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കലും പത്രോസ് ലിഹായ്ക്ക് പെരുത്ത മീൻകൂട്ടം കിട്ടത്തില്ല. പത്രോസ്, നീ ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുമോനെ, ഇനി മീൻ കിട്ടിയില്ല, സാരമില്ല, ഒരു ദിവസമൊക്കെ ഒന്ന് പട്ടിണി കിടക്കുക. നമ്മൾ പറയത്തില്ല, ഒരു ദിവസം ഒന്ന് പട്ടിണി കിടന്നാൽ ചത്തൊന്നും പോകത്തില്ല. കർത്താവിന് പറയാൻ മേലായിരുന്നു. പത്രോസ്, ശരിയാ, വയറ് നമ്മൾ എന്ത് ചെയ്യണം? മുറുക്കി കെട്ടി നടക്കണം. യേശു പഠിച്ചില്ലല്ലോ. യേശു എന്തുകൊണ്ടാണ് പറയാത്തത്? നീ പെരുത്ത മീൻകൂട്ടത്തെ വിളിച്ചു വരുത്തി. 2, നമുക്കറിയാം, 5 അപ്പം കൊണ്ട് കർത്താവ് 5000 പേര് 2 പ്രാവശ്യം അത്ഭുതം കാണിക്കുന്നുണ്ട്. അങ്ങനെ പലയിടങ്ങളിൽ കർത്താവ് തെളിയിക്കുകയാണ്. വലിയൊരു ശേഷിപ്പ് അവിടെ കർത്താവ് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ശേഷിപ്പ് എന്തിനാണ് ഇതെല്ലാം കാണിക്കുന്നത് വെച്ചാൽ ദൈവരാജ്യം ഇതാണ്. അനുഗ്രഹത്തിലൊന്നുമല്ല കാര്യമെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം പിശാച് ആഗ്രഹിക്കുന്നത് നിങ്ങൾ ദൈവരാജ്യത്തിൽ കയറാൻ വേണ്ടി. ദൈവത്തിൻ്റെ രാജ്യം, ദൈവം എപ്പോഴും ബൈബിളൊരു വാക്ക്, തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും നൽകുവാൻ തക്കവണ്ണം ദൈവം സമ്പന്നനാണ്. ഞാൻ പലപ്പോഴും നമ്മൾ പഴയ നിയമത്തിൽ ഉദാഹരണം പറഞ്ഞില്ല, ദൈവരാജ്യത്തിൽ അവർ കയറിയിട്ടില്ല, പക്ഷേ ആകാശത്തിന് ദൈവർക്ക് മന്ന കൊഴിച്ചു കൊടുത്തു. ലക്ഷക്കണക്കിന് ആൾക്കാർ കഴിച്ച് തൃപ്തിയാകുന്ന രീതിയിൽ നന്മ കൊടുത്തു. ആമേൻ. അപ്പോൾ നിങ്ങൾ ദൈവരാജ്യത്തിലാണ് ഇരിക്കുന്നത്. ബ്രദർ, ഇത് കേൾക്കാൻ നല്ല സുഖമുണ്ട് ബ്രദറെ. ഞാൻ പറഞ്ഞത് കേട്ടവർക്ക് പലപ്പോഴും ഈ ഫെസിലിറ്റി യൂസ് ചെയ്യാതെ ഇപ്പോഴും നിങ്ങൾ പഴയ കൾച്ചറിൽ ജീവിക്കുന്നതുകൊണ്ടാണ് കുഴപ്പം. നിങ്ങളിപ്പോഴും പഴയ കൾച്ചറിലാണ് ജീവിക്കുന്നത്. അതായത് നിങ്ങൾ ദൈവരാജ്യത്തിൽ രക്ഷിക്കപ്പെട്ട് കയറിയിട്ടും ഇപ്പോൾ നിങ്ങളിപ്പോഴും പിശാചിൻ്റെ അടിമയെപ്പോലെ ജീവിക്കുകയാണ്. ബൈബിൾ പറയുന്നു, പിശാചിൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളെ വിടിവിച്ചു. ഈ വചനം നോക്കിയേ, ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് നമ്മെ വിടിവിച്ചു, സ്നേഹസ്വരൂപൻ്റെ ആയ പുത്രൻ രാജ്യത്തിൽ. അപ്പോൾ പിശാചിന് നിങ്ങളിനി അടിമയാണോ? അല്ലേ പറ, ഇനി നിങ്ങൾ പിശാചിന് അടിമയാണോ? ഒന്ന് പറഞ്ഞേ. പിശാചിൻ്റെ കണ്ടോ? പക്ഷെ എങ്ങനെ മനസ്സിലാവും ഞാൻ പിശാചിന് അടിമയല്ല എന്ന് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ ഈ രാജ്യത്തിൻ്റെ ഫെസിലിറ്റി ഉപയോഗിക്കണം. എങ്ങനെ ഇത് ഉപയോഗിക്കുന്നത്? നമുക്കറിയാം, ഒരു രാജ്യത്ത് ഏതെങ്കിലുമൊക്കെ ഒരു ഫെസിലിറ്റി ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കണമെങ്കിൽ അതിനെ വിനിമയം ചെയ്യുന്ന ഒരു വസ്തു നമുക്ക് ആവശ്യമാണ്. നിങ്ങളിപ്പോൾ അമേരിക്കയിൽ വന്നു, അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് അറേബ്യൻ രാജ്യത്ത് സൗദിയിലോ വന്നു, അവിടെ ഒത്തിരി സൗകര്യങ്ങളുണ്ട് നിങ്ങൾക്ക്. പക്ഷേ അവിടെയുള്ള സൗകര്യങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കണമെങ്കിൽ ആ കാര്യങ്ങളെ എന്താ പറയുന്നത്, ഉപയോഗിക്കുവാൻ തക്കതായിട്ടുള്ള ഒരു സംഭവം വേണം. എന്തായിരിക്കും ആ സംഭവം? ഒന്ന് പറ. ഒരു വിനിമയം നടത്തണമെങ്കിൽ എന്ത് വേണം? പറ.
വിനിമയത്തിന് ഈ കറൻസി വേണം, ഈ കറൻസി വേണം. ഇതില്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയത്തില്ല. ഏത് രാജ്യത്ത് ഇപ്പോൾ ഇന്ത്യൻ കറൻസി ആയിട്ട് ഞാനിപ്പോൾ അമേരിക്കയിൽ ചെന്നിട്ട് ഒരു ഷോപ്പിൽ പോയിട്ട് വയർ നിറച്ച് ആഹാരം കഴിച്ചിട്ട് ഇന്ത്യൻ കറൻസി 500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ എന്നെ അവർ പിടിക്കും. അവർക്ക് ഡോളറാണ് ആവശ്യം. അവിടെ എല്ലാ ഫെസിലിറ്റിയും നിനക്ക് വേണ്ടി ഉണ്ടെങ്കിൽ പോലും ഞാൻ അവിടുത്തെ കറൻസിയിലൂടെ അത് വിനിമയം നടത്തണം. ഇനി മിഡിൽ ഈസ്റ്റ് ചെന്നാൽ, അറേബ്യൻ ദേശത്ത് ചെന്നാൽ പല സ്ഥലത്തും റിയാലായിട്ടും പൗണ്ടായിട്ടും പെൻസായിട്ടും എല്ലാം ഒന്നുണ്ട്. ഇങ്ങനെ വ്യത്യാസമുണ്ടല്ലേ. അവിടെ ഓരോ KD ആയിട്ടൊക്കെ ഉണ്ട്. കുവൈറ്റ് ചെന്നാൽ KD നമ്മൾ കൊടുക്കേണ്ടി വരില്ലേ. ഇതുപോലെ ഓരോ രാജ്യത്തും നമ്മൾ എന്ത് ചെയ്യണം, അവിടുത്തെ കറൻസികൾ ഉപയോഗിച്ചാണ് ഈ ഫെസിലിറ്റി എല്ലാം അനുഭവിക്കുന്നതെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ ആശയവിനിമയം നടത്തുന്ന പ്രധാന ഘടകമാണ് വിശ്വാസം. വിശ്വാസം എന്ന കറൻസി എന്ന് ഞാനങ്ങ് പറയുവാണ്. വിശ്വാസം എന്ന കറൻസി ഉപയോഗിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ രാജ്യത്തെ ഫെസിലിറ്റികളെ ഉപയോഗിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് യേശു പറഞ്ഞത്. നിങ്ങൾ നോക്കിയേ, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഇനി ഞാൻ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി പറയാം. രോഗസൗഖ്യം കിട്ടാൻ വേണ്ടി എത്ര രൂപ കൊടുക്കണം? രോഗസൗഖ്യത്തിന് എത്ര രൂപ നിങ്ങൾ മുടക്കണം? ഒന്ന് പറഞ്ഞ്. ഒരു വ്യക്തിക്ക് രോഗസൗഖ്യം കിട്ടാൻ വേണ്ടി എങ്ങനെ കിട്ടുന്നു? ആമേൻ. അപ്പൊ വചനം ഏറ്റു പറഞ്ഞ കാര്യമില്ല, വചനം വിശ്വസിക്കും. അപ്പൊ വിശ്വാസം എന്ന ആ വിനിമയം ഉപയോഗിച്ച് നിങ്ങൾ എന്ത് ചെയ്യാണ്, ദൈവരാജ്യത്തിലുള്ള രോഗസൗഖ്യത്തെ അനുഭവിക്കുകയാണ്. ഇപ്പം മനസ്സിലായോ? ഈ വിശ്വാസം ഉപയോഗിച്ച് നമ്മൾ അനുഭവിക്കണം. ഇതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പിശാചിൻ്റെ പിടിയിലല്ല ഞാൻ. അപ്പോൾ നമ്മൾ നോക്കുമ്പം നമ്മുടെ വീട്ടിലോ ഭവനത്തിൽ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഉടനെ ആ വചനം പറഞ്ഞ് വിശ്വസിച്ച് പറയണം. എങ്ങനെ വിശ്വസിക്കുന്നത്? നമ്മളത് പറയുമ്പോൾ അത് വിശ്വസിക്കുന്നു. നിങ്ങളിത് പറയുമ്പോൾ നിങ്ങളുടെ അകത്ത് വിശ്വാസം. ഒരു വ്യക്തി ഒരു കാര്യം ഉറക്കെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഞാനത് വിശ്വസിക്കും. നമ്മൾക്കറിയാം, ഈ കള്ളം പറയുന്നവർ ഉറക്കെ പറയത്തില്ല, ശ്രദ്ധിച്ചിട്ടുണ്ടോ? കള്ളം പറയുന്നവർ നമ്മൾ എന്തിനാ നീ പമ്മി നമ്മൾ എന്തിനീ പയ്യെ പറയുന്നത്? അപ്പോൾ എന്തോ ഒരു കള്ളത്തരമുണ്ടല്ലോ, എന്തോ കള്ളത്തരമുണ്ടല്ലോ ഇങ്ങനെ ഈ പമ്മി നിന്ന് പറയുന്നത്. നമ്മൾ ഉറക്കെ പറയുമ്പോൾ നമ്മൾ സത്യം ഒരിക്കലും പയ്യെ പറയുന്നതല്ല, ഉറക്കെ പറയുന്ന. അപ്പോൾ ഒരു വ്യക്തി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ ഉറക്കെ പറയും. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയും, യേശുവിൻ്റെ നാമത്തിൽ ഞാനിരിക്കുന്ന രാജ്യത്തിലെ ഫെസിലിറ്റികളെ ഞാൻ ഉപയോഗിക്കുകയാണ്. അപ്പോൾ സ്വർഗസ്ഥനായ പിതാവേ, നിൻ്റെ രാജ്യം വരണമേ. ഇനി നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. നിങ്ങളത് കേൾക്കുമ്പം, അയ്യോ ബ്രദറെ ഞങ്ങൾ അങ്ങനെയല്ല പഠിച്ചത് ബ്രദറെ, ഞങ്ങൾ വർഷങ്ങളായിട്ട്. എനിക്കറിയാം സിസ്റ്റർ, നിങ്ങൾക്ക് ഇത്ര നേരം ഞാനിത് പറഞ്ഞതിൻ്റെ അകത്ത് എന്തെങ്കിലും കൺഫ്യൂഷൻ വന്നവരുണ്ടോ? ഇത്രയും പറഞ്ഞതിൻ്റെ അകത്ത് ഈ 3 ദിവസത്തെ ക്ലാസ്സിൽ കൺഫ്യൂഷൻ വന്നവരുണ്ടോ? ഇല്ല. ഇനി നിങ്ങൾ നോക്കണം. ഇനി ഈ രാജ്യത്തിലെ ഫെസിലിറ്റികളെ ഉപയോഗിക്കാത്തതാണ് നിങ്ങളുടെ കുഴപ്പം. ഈ രാജ്യത്തിലെ കാര്യങ്ങളെ നാം ഉപയോഗിക്കണം. അപ്പം നമ്മൾ രോഗസൗഖ്യം എല്ലാ ദിവസവും അത്ഭുത സൗഖ്യം നമ്മൾ കാണുന്നുണ്ടല്ലേ. അത്ഭുത സൗഖ്യത്തിൻ്റെ സാക്ഷ്യം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. അതിനെങ്ങനെ നിങ്ങൾ ഉപയോഗിച്ചത്? വിശ്വസിച്ചു. ബ്രദർ അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞ് രോഗിയുടെ മേൽ കൈവെക്ക്, രോഗിയായിട്ടുള്ള കൈവെക്കും. നിങ്ങൾ കൈവെക്കുമ്പം രോഗസൗഖ്യം. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? നിങ്ങൾ ആ ഫെസിലിറ്റിയെ വിശ്വാസം എന്ന വിനിമയം ഉപയോഗിച്ച് അനുഭവിച്ചപ്പോൾ. ഇതേപോലെ ഓരോന്നും നമുക്ക്. അപ്പോൾ നിങ്ങൾ അന്വേഷിക്കണം ദൈവരാജ്യത്തിൽ എന്തൊക്കെയുണ്ട്. ഇത് അന്വേഷിക്കാത്തതാണ് നമ്മുടെ ഏറ്റവും വലിയ കുഴപ്പം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അമേരിക്ക വന്നിട്ട് പറയും, ഇവിടെ ഭയങ്കര തണുപ്പാ, എന്നാ ചെയ്യാനാ, ഇങ്ങോട്ട് വരണ്ടായിരുന്നു. അപ്പോൾ അവിടെയുള്ള സൂസൻ സഹോദരി പറയും, എൻ്റെ പൊന്നു സഹോദര, വീടിൻ്റെ അകത്തെ ഹീറ്റർ ഓണാക്ക്. കണ്ടോ, വീടിൻ്റെ അകത്തെ ഹീറ്റർ ഓണാക്കിയിട്ട് ആ ജാക്കറ്റൊക്കെ എടുത്തിട്. ഞാൻ പറയുന്നു ഭയങ്കര തണുപ്പാ, ഒരു രക്ഷയില്ല. ആ ഫെസിലിറ്റി ഓണാക്കണം. ആ ഫെസിലിറ്റി ഓണാക്കി അത് ഉപയോഗിക്കാൻ നമ്മൾ അറിയണം. പലപ്പോഴും ഞാൻ പറഞ്ഞു, നമ്മൾ കൃപാവരങ്ങളെപ്പറ്റി ക്ലാസ് എടുത്തപ്പോൾ ഒരു സഹോദരി രോഗസൗഖ്യത്തിൻ്റെ ആ ക്ലാസ് കേട്ടപ്പോൾ എങ്ങനെയാണ് രോഗശാന്തി വരം, ആ കൃപാവരം ഉപയോഗിക്കുന്നത് എന്ന് നിങ്ങളിപ്പോൾ മെസ്സേജ് അയക്കല്ലേ. മിറക്കിൾ മണിയൊക്കെ ഞാൻ പറഞ്ഞു, മിറക്കിൾ മണിയൊക്കെ അത് മിറക്കിൾ മണിയെപ്പറ്റി പലപ്പോഴും പല ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണ കണ്ടു. ഞാൻ അതിനെപ്പറ്റിയും പറയുന്നുണ്ട്, ഇനി ശ്രദ്ധിച്ചോണം. അപ്പം നിങ്ങൾക്ക് അവിടെയുള്ള ആ സഹോദരി രോഗസൗഖ്യത്തിൻ്റെ ക്ലാസ് കേട്ടിട്ട് എങ്ങനെയാണ് ഒരു വ്യക്തിയിൽ രോഗസൗഖ്യം ഉണ്ടാകുന്നത്, എങ്ങനെയാണ് ആ കൃപാവരം ഉപയോഗിക്കുന്നുള്ളത് മനസ്സിലാക്കി അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. വർഷങ്ങളായിട്ടുള്ള അവരുടെ ശരീരത്തിൽ രോഗസൗഖ്യം നടക്കുകയും അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് രോഗസൗഖ്യം കൊടുത്ത സാക്ഷ്യങ്ങൾ നമ്മൾ കേൾക്കാൻ ഇടയായിത്തീർന്നു. അപ്പോൾ ആ അറിവ് കിട്ടിയപ്പം എങ്ങനെ അത് ഉപയോഗിക്കണമെന്നുള്ളത് കേട്ട് കഴിഞ്ഞപ്പോൾ അവർക്കത് അനുഗ്രഹമായി. അതുവരെ അവർ ഓർത്തുകൊണ്ടിരുന്നത് എന്തുമായിരുന്നു, അതൊന്നും നമ്മളെക്കൊണ്ട് നടക്കുന്ന കാര്യമൊന്നുമല്ല.
എന്നാൽ ഈ ദൈവരാജ്യത്തെ നമ്മൾ അറിയണം. ഞാൻ പറഞ്ഞില്ല, മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ അല്ല യഥാർത്ഥത്തിൽ നമ്മൾ വായിക്കേണ്ടത്. ബാക്കി ഇനിയും കിടക്കുവാണ്. യേശു ക്രിസ്തുവിന് മുമ്പുള്ള കാര്യമാണ് നമ്മളിപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രൂശിന് ശേഷം എന്തു സംഭവിച്ചു? ഇന്നേ വരെ നമ്മൾ പോകുന്ന ഒട്ടുമുക്കാലും ചിലർ പറയും, ബ്രദറെ ഞങ്ങളുടെ പള്ളിയിൽ അതങ്ങനെ പറയാറില്ല, പഠിപ്പിക്കാറില്ല. എന്തുകൊണ്ട്? യേശുക്രിസ്തുവിൻ്റെ മരണത്തിന് ശേഷം എന്തൊക്കെ സംഭവിച്ചു? ഇതാണ് ഞാൻ പറഞ്ഞ പിശാചിൻ്റെ ഏറ്റവും വലിയ തന്ത്രം. ഇത് അറിയിക്കത്തില്ല നിങ്ങളെ ഇത് അറിയിക്കാതെ നിങ്ങൾ ഇപ്പോഴും എന്ത് ചെയ്യുകയാണ്? ദൈവരാജ്യം വരണമേ, നിൻ്റെ ഇഷ്ടം നടക്കണമേ, ഞങ്ങളുടെ പാവങ്ങൾ ക്ഷമിക്കണമേ, ദുഷ്ടൻ്റെ കയ്യിൽ ഞങ്ങളെ വിടുവിക്കണമേ. അപ്പോൾ പിശാച് സന്തോഷിക്കുക. കാരണം നീ ഇപ്പോഴും ഈ ഫെസിലിറ്റികളെ ഉപയോഗിക്കാതിരിക്കണം. ഇപ്പോഴും നീ എൻ്റെ അടിമയാണെന്ന അറിവിൽ ജീവിക്കണം. എന്നാൽ ലേഖനങ്ങളിലേക്ക് വന്നപ്പോൾ അപ്പോസ്തലന്മാർക്ക് ദൈവം വെളിപ്പാട് കൊടുത്ത് എഴുതാൻ പറഞ്ഞു, ഇരുട്ടിൻ്റെ അധികാരത്തിൽ നമ്മെ വിടുവിച്ചു സ്നേഹ സ്വരൂപൻ്റെ പുത്രൻ രാജ്യത്തിൽ നിന്നെ ആക്കി വെച്ചിരിക്കുന്നു. പക്ഷെ ഇവിടെ ഇരുന്നുകൊണ്ട് ഇതൊന്നും കാണാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് അതിൻ്റെ കുഴപ്പമില്ല. വെച്ചാൽ നിങ്ങൾ ഉപയോഗിക്കുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോൾ ഭയങ്കര തണുപ്പത്ത്, ഇപ്പോൾ എനിക്ക് വന്നത് ഇന്നിവിടെ 4 ഡിഗ്രിയോ 5 ഡിഗ്രിയോ ഉണ്ട് തണുപ്പ് ഇവിടെ. 5 ഡിഗ്രി തണുപ്പെന്ന് പറഞ്ഞിരിക്കുന്നത് മനസ്സിലായി എത്രത്തോളം തണുപ്പ് ഇവിടെ ഉണ്ടെന്ന്. ഞാൻ വീടിൻ്റെ അകത്ത് ഇങ്ങനെ പുതച്ചു മൂടി വിറച്ചിരിക്കുക. അപ്പോഴാണ് വൈഫ് വന്നിട്ട് പറഞ്ഞാൽ ഹീറ്റർ ഒന്ന് ഓണാക്ക്. ഹീറ്റർ ഓണാക്കിയപ്പോൾ നല്ല ചൂട്. പെട്ടെന്ന് ഞാൻ ഡ്രസ്സെല്ലാം മഴ. ഇത്രയും നേരം ഞാൻ വെറുതെ എന്ത് ചെയ്തു? തണുത്ത് വിറച്ച് മൂക്കടച്ച് പനി വന്നിരുന്നു. അതൊന്ന് ഓണാക്കിയാൽ മതിയായിരുന്നു. ആ ഹീറ്റർ ഓണാക്കിയപ്പോൾ എന്ത് സംഭവിച്ചു? നല്ല ചൂട് കിട്ടി. ഇതേപോലെ തന്നെ നിങ്ങൾ ഇരിക്കുന്ന രാജ്യത്ത് ഇതാണ് ഈ ദൈവരാജ്യത്തിൻ്റെ പ്രത്യേകത. ദൈവരാജ്യം വിശ്വാസത്താൽ ഈ രാജ്യത്തുള്ള പൗരന്മാർ ഇത് ഉപയോഗിക്കുന്നതിലൂടെയാണ്. അതുകൊണ്ടാണ് ബൈബിളിൽ ഒരു വാക്യമുണ്ട്, ബലാത്കാരികൾ ദൈവരാജ്യത്തെ അവർ അവകാശമാക്കും. ശ്രദ്ധിച്ച്, ബലാത്കാരികൾ എന്തു ചെയ്യും? അവർ ദൈവരാജ്യത്തെ അവകാശമാക്കും. അപ്പോൾ നമ്മളിങ്ങനെ എനിക്കാരും പറഞ്ഞു തന്നില്ല, എനിക്കാരും ഒന്നും ചെയ്തു തന്നില്ല എന്ന് പറഞ്ഞ് നമ്മളിരിക്കുമ്പോൾ ബലാത്കാരികൾ എന്തു ചെയ്യുന്നു? അതവരെ പിടിച്ചെടുക്കുന്നു എന്ന് വചനത്തിൽ പറഞ്ഞിരിക്കുന്നു. ആമേൻ. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇവിടെ നിങ്ങൾ ഈ വാക്യം നോക്കിയേ, ബലവാനെ പിടിച്ചു കെട്ടി ബലവാൻ വന്ന് അവനെ ജയിച്ചുവെങ്കിലോ അവൻ ആശ്രയിക്കുന്ന സർവ്വവർഗം പിടിച്ചെടുത്ത് അവൻ്റെ കൊള്ള പങ്കിട്ടെടുക്കുന്നു. കർത്താവ് പറയണ കൊള്ള പങ്കിട്ടെടുക്കുന്നു. അപ്പോൾ ഈ വചനം നിങ്ങൾ മുഴുവൻ വായിച്ചാൽ, ഈ ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാമത്തെ അധ്യായം നിങ്ങൾ തുടക്കം മുതലേ വായിച്ചു വന്നാൽ എന്താണ് ദൈവരാജ്യം, എന്താണ് യേശു ചെയ്യാൻ പോകുന്നത് എന്നുള്ളതെല്ലാം അവിടെ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ വ്യാഖ്യാനങ്ങളാണ് നമ്മളെ പലപ്പോഴും വളർത്തുന്നത്. അപ്പോൾ ചിലർക്ക് ഇത് കേട്ടപ്പോൾ എന്നോട് പലരും പറഞ്ഞു, ബ്രദറെ എനിക്കിത് കേട്ടിട്ട് ബുദ്ധിമുട്ടാണ്, ഞങ്ങൾ വർഷങ്ങൾ കേട്ട് വന്നതല്ല. ഞാൻ എപ്പോഴും പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബൈബിൾ തുറക്കുക, അതിൽ അങ്ങനെ തന്നെയോ എന്ന് പരിശോധിക്കുക. അതാർക്കും മാറ്റാൻ കഴിയത്തില്ല. ഞാനൊരു തെറ്റായ വ്യാഖ്യാനമല്ല ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലേ? നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഞാൻ ഒരിക്കലും ഒരു വചനം എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്യാൻ ഇവിടെ നോക്കുന്നില്ല, എങ്ങനെയും ഒപ്പിക്കുവാൻ നോക്കുന്നില്ല. ആ വചനത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നു അത് തന്നെയാണ് അതിൻ്റെ ഇണയിലേക്ക് കൊണ്ടുവരുന്നത് നിങ്ങളെ. ആമേൻ. അപ്പോൾ നിങ്ങൾ കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ അവകാശികളാണ്. നിങ്ങൾ ദൈവരാജ്യത്തിൻ്റെ അവകാശികളാണെങ്കിൽ ഈ ഫെസിലിറ്റി യൂസ് ചെയ്യണം. ഇനി ദൈവരാജ്യത്തിൽ എൻ്റെ തലമുറകൾ എങ്ങനെയാകുമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഇപ്പോഴും അറിയത്തില്ല. ദൈവരാജ്യത്തിൽ എൻ്റെ രോഗത്തെപ്പറ്റി എഴുതിയിട്ടുണ്ട്. ദൈവരാജ്യത്തിൽ എൻ്റെ കുടുംബം എങ്ങനെയായിത്തീരുമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ദൈവരാജ്യത്തിൽ എനിക്ക് എന്തെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ കാണാത്തതാണ് എൻ്റെ പ്രശ്നം. നിങ്ങൾ ഈ രാജ്യത്തിൻ്റെ അവകാശങ്ങളെ നിങ്ങൾക്ക് ഇപ്പോഴും അറിയത്തില്ലാത്തതാണ്. നമ്മളിപ്പോഴും പിശാചിൻ്റെ പിടിയിലാന്നുള്ള വിശ്വാസത്തിൽ, ബന്ധനങ്ങളിലാന്നുള്ള വിശ്വാസത്തിൽ നമ്മളിപ്പോഴും ജീവിക്കുകയാണ്. ഇവിടെയാണ് നമുക്ക് ഏറ്റവും വലിയ അബദ്ധങ്ങൾ സംഭവിക്കുന്നത്. ഇവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന ബന്ധനത്തിൻ്റെ അകത്തിരുന്നുള്ള പ്രാർത്ഥന. അതുകൊണ്ട് പലപ്പോഴും പല പ്രാർത്ഥനകളും ഫലിക്കാതെ വരുന്നത്, പല പ്രാർത്ഥനകളും മറുപടി ലഭിക്കാതെ വരുന്നതിൻ്റെ കാരണം നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് നിങ്ങൾ തെറ്റായ ഒരു പ്രാർത്ഥന അവിടെ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ്. ഞാൻ പറഞ്ഞില്ലേ, ദൈവരാജ്യത്തിൻ്റെ അടിസ്ഥാനത്തെ നാം തിരിച്ചറിയണം. ഒരിക്കലും പറയരുത് ഇനി ഞാൻ പാപിയാന്ന് പറയരുത്. യേശുവിൻ്റെ രക്തം എൻ്റെ സകല പാപവും പോക്കി ശുദ്ധീകരിച്ചിരിക്കുന്നു. ഞാൻ നീതിമാനാണ്. നീതിമാൻ്റെ അവകാശത്തിൻ്റെ അകത്ത് കർത്താവ് എന്നെ നിർത്തിയിരിക്കുന്നു എന്ന ബോധ്യത്തിൽ വേണം ഞാൻ ജീവിക്കാൻ. ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ ഈ ദിവസങ്ങളിൽ ദൈവരാജ്യത്ത്, എനിക്ക് തോന്നുന്നു പലതവണ നമ്മൾ ദൈവരാജ്യത്തിൻ്റെ അവകാശങ്ങളെപ്പറ്റി നേരത്തെ പറഞ്ഞിട്ടുണ്ട്. വേണം ഒന്നും കൂടെ നമുക്ക് വരും ദിവസങ്ങളിൽ അത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ അവകാശങ്ങൾ ഇനി അനുഭവിക്കുക. അപ്പം നിങ്ങളുടെ അനുഗ്രഹം, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ എല്ലാം കിട്ടും
കിട്ടുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് കിട്ടിയാൽ നോക്കിയോട്ടെ, ഇനി നിങ്ങൾ ഈ വാക്യം നോക്കി മത്തായിയുടെ സുവിശേഷത്തിലെ ഏറ്റവും ഒടുവിലത്തെ വാക്യം നോക്കിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാവേ. അതുകൊണ്ട് മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പം, അതോടുകൂടെ എല്ലാം കിട്ടും. അപ്പോൾ ഇത് കണ്ടെത്തിയാൽ ബാക്കി എല്ലാം കിട്ടുമോ ഇല്ലയോ? നിങ്ങൾ പറയും, ഈ വചനപ്രകാരം ദൈവരാജ്യം കണ്ടെത്തിയാൽ ബാക്കി എല്ലാം കിട്ടുമോ? കിട്ടും. അപ്പൊ നിങ്ങൾ ദൈവരാജ്യം കണ്ടെത്തിയോ? കണ്ടെത്തിയെങ്കിൽ ബാക്കി എല്ലാം നിങ്ങൾക്ക് കിട്ടുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി അത് കിട്ടണമെങ്കിൽ നിങ്ങൾ അറിയണം ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന്. ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് അറിയാതെ നിങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് പലരും പറഞ്ഞേക്കുന്നത്, കർത്താവേ ഞാൻ എൻ്റെ വിഷയത്തിൽ പ്രാർത്ഥിക്കുന്ന ബ്രദറെ, എൻ്റെ വിഷയത്തിൽ വല്ല മാറ്റം ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്നതിൻ്റെ കാരണം നിങ്ങൾക്ക് ആ വിഷയത്തെപ്പറ്റി അറിവില്ലാത്തത് കൊണ്ടാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞില്ല, അത്ഭുതം നടക്കുമെന്ന് പറയാൻ കാരണം നിങ്ങൾക്കുള്ളതാണ് ഈ ഫെസിലിറ്റികളൊക്കെ. ഇതെങ്ങനെയാണെന്നും ഇതെന്താണെന്നും എങ്ങനെ ഉപയോഗിക്കണമെന്നും അറിയാത്തതാണ് നമ്മുടെ കുഴപ്പം. അപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്കത് തുടർച്ചയായിട്ട് കേൾക്കാം. ഞാൻ പറഞ്ഞാൽ ഇതിപ്പോൾ 4 ദിവസമോ 3 ദിവസമോ ഉണ്ടായി നമ്മൾ ഈ ഒറ്റ പ്രാർത്ഥനയുമായിട്ടിരിക്കുന്നത്. സ്വർഗസ്ഥനായ പിതാവേ, 3-ാം ദിവസമാണെന്ന് എനിക്ക് തോന്നുന്നത്. ആമേൻ. നമുക്കിന്ന് നാളെയും അതിനെപ്പറ്റി ബാക്കി കേൾക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ അന്വേഷിപ്പിൻ കണ്ടെത്തും എന്നൊക്കെ പറഞ്ഞത് ഈ കാര്യങ്ങളെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ നമ്മൾ പലപ്പോഴും കുഞ്ഞുങ്ങളെ പ്രാർത്ഥിച്ചയക്കുന്നത് അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കപ്പെടും എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറയും 10 ഇൻ്റർവ്യൂവിന് പോയി 11ാമത്തത് കിട്ടുമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? ബലപ്പെടുത്തി വിടും. യഥാർത്ഥത്തിൽ ഇത് പറയുന്നത് മുഴുവൻ ദൈവരാജ്യത്തെ പറ്റി യേശു പറഞ്ഞത്. കണ്ടെത്ത്. എന്നർത്ഥം ഇതിങ്ങനെ യഹൂദന്മാരോട് പറയുക. യഹൂദന്മാർ വിചാരിക്കുന്നത് യേശു എന്ത് ചെയ്യും? അതാണ് യോഹന്നാൻ സ്നാപകൻ പോലും പറഞ്ഞത്, നീ തന്നെയാണോ വരാനുള്ള ആള്? ഞങ്ങൾക്കൊന്നും കൺഫ്യൂഷനായിപ്പോൾ യോഹന്നാൻ സ്നാപകന് പോലും. ഈ കൺഫ്യൂഷൻ വന്നപ്പോൾ യേശു പറഞ്ഞു, മുട്ട് തുറക്കപ്പെടും, അന്വേഷിപ്പ് കണ്ടെത്തും. ഇതെല്ലാം ഈ ദൈവരാജ്യത്തെപ്പറ്റി മൊത്തം ഈ പറഞ്ഞു വരുന്നത്. ഇതൊടുവിൽ കണ്ടെത്തി. എങ്ങനെ? കാൽവരി ക്രൂശിലൂടെ. ഇത് കണ്ടെത്തിയവരാണ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട കർത്താവിനോട് ചേരുന്ന വ്യക്തികൾ. ഇവർ സഭ മാറുമല്ല, യേശുവിനോട് ചേരുകയാണ്. ഇതാണ് രക്ഷ എന്ന് പറയുന്ന ദൈവ പദ്ധതി. ഇത് തിരിച്ചറിയാതെ നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും നിങ്ങളുടെ വിഷയത്തിൻ്റെ മേൽ ഇത് തിരിച്ചറിഞ്ഞിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ അവകാശങ്ങളാണ് പൊങ്ങി വരുന്നത്. ആവശ്യങ്ങളല്ല, അവകാശങ്ങൾ. എൻ്റെ ഒപ്പം ഇന്ന് പ്രാർത്ഥിച്ചാൽ നമ്മുടെ തലമുറകളുടെ വിടുതൽ യേശുവിലുണ്ട്. അവരൊരിക്കലും, നിങ്ങൾ നോക്കിയേ, ദൈവം മാനുഫാക്ചർ ചെയ്തതൊന്നും കേടുള്ളതല്ല, ദൈവം നിർമ്മിച്ചതൊന്നും കുഴപ്പമുള്ളതല്ല. സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ യേശു സ്ഥാപിച്ചിരിക്കുക. അപ്പോൾ സ്വർഗത്തിൽ എന്തെല്ലാം കറക്റ്റാണ്, അവിടെ ഒന്നും കറപ്റ്റബിൾ ആയിട്ടുള്ള ഒന്നുമില്ല. എല്ലാം കറക്റ്റാണ്, ഒന്നും കറപ്റ്റബിൾ അല്ലാത്ത ഒന്നുമില്ല. ഇതെല്ലാം കറക്റ്റായിട്ടാണ് കർത്താവ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവരാജ്യത്തിൽ എന്തല്ല, അപ്പോൾ ദൈവരാജ്യത്തിൽ രോഗിയില്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ, നിങ്ങൾ ദൈവരാജ്യത്തിലാണെങ്കിൽ രോഗത്തിനുമില്ല. ദൈവരാജ്യത്തിൽ ദാരിദ്ര്യമില്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ദാരിദ്ര്യം വരത്തില്ല. ദൈവരാജ്യത്തിൽ സമാധാനമില്ലാത്തൊരവസ്ഥയില്ലെങ്കിൽ ഈ ഭൂമിയിൽ സ്ഥാപിച്ച ദൈവരാജ്യത്തിലും അതുതന്നെയാണ്. ദൈവരാജ്യത്തിൽ അതെല്ലാം കണ്ടെത്തണം. എന്താ ദൈവരാജ്യം? ദൈവരാജ്യത്തിൽ കർത്താവ് ഇങ്ങനെ താടിക്ക് കൈയും കൊടുത്തു ടെൻഷൻ അടിച്ചിരിക്കുവാണ്? അല്ല, ദൈവം വളരെ കൂളാണ്. അതാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ഒന്നിനെ പറ്റിയും വിചാരപ്പെടണ്ട. അതിൻ്റെ അർത്ഥം എന്തുവാ? ഒന്നിനെ പറ്റിയും വിചാരപ്പെടണ്ട. നമുക്കറിയാം, നമ്മൾ പലപ്പോഴും കുഞ്ഞുങ്ങളെ കല്യാണമൊക്കെ വരുന്ന സമയത്ത് നമ്മളിങ്ങനെ തലയെ കൈവച്ചു, അയ്യോ ഇവിടുന്ന് കാശുണ്ടാക്കും. നമ്മളാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യയിലെ ഏറ്റവും വലിയ കല്യാണം, വലിയൊരു പണക്കാരൻ കല്യാണം നമ്മളേക്ക് എന്തൊരു ആർഭാടമാണ്. അവർക്കൊരു ടെൻഷനും ഇല്ല. അവർക്ക് ഇവിടെ നമ്മൾ പിള്ളേരെ കെട്ടിക്കാൻ വേണ്ടി നമ്മൾ ടെൻഷൻ അടിക്കുമ്പോൾ ആ വലിയ ധനാട്ടിനായ മനുഷ്യന് ഒരു ടെൻഷനില്ല. വലിയ ആഘോഷിക്കുക, സെലിബ്രിറ്റികളെല്ലാം വന്ന് ആഘോഷിക്കും. നമുക്ക് ആ ടെൻഷൻ, ദൈവം ഇവർക്കെല്ലാം എന്തോരം കാശ് കൊടുക്കും, ഈ കാശൊക്കെ എടുത്താൽ തീർന്നു പോകത്തില്ലേ? അവർക്കൊരു ടെൻഷനുമില്ല. കാര്യം എന്താണെന്ന് അറിയാവോ? എത്ര എടുത്താലും തീരാത്ത വലിയൊരു സമ്പത്ത് അവർക്കുള്ളത് കൊണ്ട് അവർക്ക് ഭാരമില്ല, ടെൻഷനില്ല. ഇതാണ് ദൈവരാജ്യത്തിൻ്റെ അകത്തിരിക്കുന്ന വ്യക്തികൾ. കർത്താവിലുള്ളവൻ ടെൻഷൻ അടിക്കണ്ട. നാളെ എന്നാ സംഭവിക്കും, നാളെ അത്ഭുതം സംഭവിക്കുമെന്ന് പറയണം. കാര്യം എന്നാ? എൻ്റെ ദൈവം അത്ഭുത മന്ത്രിയാണ്. ഈ രാജ്യത്തുള്ളവൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ടെൻഷൻ ഫ്രീ. നിങ്ങൾ കുറച്ചും കൂടെ വളരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും എന്താണ് ഈ ടെൻഷൻ ഫ്രീ എന്നുള്ള അവസ്ഥ. അതാണ് യേശു അപ്പോസ്തലനായ പൗലോസ്ലീഹ പറഞ്ഞത്, സന്തോഷിപ്പിൻ കർത്താവിൽ എപ്പോഴും. രാവിലെ അല്ല, ഉച്ചയ്ക്ക് മാത്രമല്ല, വൈകിട്ട് മാത്രമല്ല, ലോട്ടറി അടിക്കുമ്പോൾ മാത്രമല്ല, വീട്ടിൽ ഇറച്ചി മേടിക്കുമ്പോൾ മാത്രമല്ല, എപ്പോഴും സന്തോഷിക്കുന്ന ഒരനുഭവം. എപ്പോഴും. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെ എപ്പോഴും സന്തോഷിക്കാൻ പറ്റും. ബൈബിൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറ്റും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ ഇന്ന് പ്രാർത്ഥിക്കുക യേശുവിൻ്റെ നാമത്തിൽ.
എൻ്റെ കർത്താവെ അങ്ങയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്ന അപ്പോൾ ഈ വരും ദിവസങ്ങളിൽ കർത്താവ് ഞങ്ങൾ ദൈവരാജ്യത്തെപ്പറ്റി കേട്ടു, ദൈവരാജ്യം എന്താണെന്നുള്ളത് കേട്ടു, ദൈവരാജ്യത്തിൻ്റെ അനുഗ്രഹങ്ങളെപ്പറ്റി കേട്ടു, ദൈവരാജ്യത്തിൽ എന്തെല്ലാം ഉണ്ടോ അതൊക്കെയും ഞങ്ങളുടെ അവകാശമെന്ന് ഞങ്ങൾ കേൾക്കുവാൻ ഇടയായി തീർന്നു. കർത്താവ് ഇതൊക്കെയും ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ തക്കവണ്ണം ഈ ദിവസങ്ങളിൽ അത് തിരിച്ചറിയുമ്പോൾ ആ ഒരു അറിവിൽ ജീവിക്കുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങളെ ഇടയാക്കുന്നല്ലോ. അപ്പം എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധ ആത്മാവേ, ഞങ്ങളുടെ വലിയ മഹത്വത്താലും വീര്യത്താലും കർത്താവ് ഞങ്ങളെ നിറയ്ക്കുന്നല്ലോ. എൻ്റെ യേശുവേ, ഈ ദിവസങ്ങളിൽ നന്മ നിറയുന്നല്ലോ, അനുഗ്രഹത്താൽ ദൈവം ഞങ്ങളെ നിറയ്ക്കുന്നല്ലോ, വലിയ വർധനവുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നല്ലോ. എന്നെ കർത്താവ് ഒരു സുബി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവിന് പറയും. സുബി എന്നാണ് ഒരു പേര് കർത്താവ് എന്നെ കാണിക്കുന്നത്. ആ സുബിയുമായി ബന്ധപ്പെട്ട സുബി ഒഫീഷ്യൽ നെയിമാണ്, വിളിപ്പേരാണെന്ന് എനിക്കറിയത്തില്ല. സുബിയുടെ ഭവനത്തിൽ സുബിക്ക് ഒരു പെങ്ങളെയും കൂടെ കർത്താവ് എന്നെ കാണിക്കുന്നുണ്ട്. ആ വ്യക്തിക്ക് വേണ്ടി, ആ കുടുംബത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ ദൈവം എന്നെ കാണിക്കുവാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ആരാന്ന് വെച്ചാൽ സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, കുടുംബം ഏറ്റെടുത്തോണം. എന്നോട് കർത്താവ് പറയുകയാണ്, കുടുംബത്തിൻ്റെ ആ അവസ്ഥകളെ തന്നെ മാറ്റുന്ന രീതിയിൽ ഇന്ന് കർത്താവുമായിട്ട് ചേർന്നിരിക്കാൻ തയ്യാറെങ്കിൽ ദൈവം നിങ്ങളെ അത്ഭുതകരമായ ഒരു സാക്ഷ്യമുള്ള ഭവനമാക്കി സ്വർഗം മാറ്റാൻ വേണ്ടി പോവുക. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് റിലീസ് ചെയ്യുന്നപ്പോൾ രോഗശക്തികളെ കർത്താവ് എന്ന കുടുംബത്തിൽ മേൽ പുറത്താക്കും. ഇന്ന് ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ ആ രോഗമുള്ള ഭാഗത്തോട് നിന്ന് കൈവച്ച് യേശുവിൻ്റെ നാമത്തിൽ പറയണം, എന്നാ വലിയ രോഗമാണെങ്കിലും എൻ്റെ കൂടെ പറയുന്ന മരിച്ചവരെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന എൻ്റെ ദൈവത്തിന് എന്നെ അസാധ്യം, ഒന്നും അസാധ്യമല്ല. ദൈവത്തിനൊന്നും അസാധ്യം. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. നമ്മൾ കടന്ന് ഇങ്ങനെ വട്ടം കറങ്ങും, പറയണം ഞാനിരിക്കുന്ന രാജ്യം, അങ്ങനെ പറ, സ്വർഗരാജ്യം വരണമേ എന്നല്ല, ഞാനിരിക്കുന്നത് ദൈവരാജ്യത്തിലാണ്. ദൈവരാജ്യത്തിൻ്റെ പ്രത്യേകത, ഇവിടെ ദൈവമാണ് എല്ലാ കാര്യവും തീരുമാനിക്കുന്നത്, ഞാനല്ല. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളല്ല എല്ലാം തീരുമാനിക്കുന്നത്, നിങ്ങളുടെ ഹസ്ബൻഡല്ല തീരുമാനിക്കുന്നത്, നിങ്ങളല്ലേ ജീവിക്കണമെങ്കിൽ കിടന്ന് ഓടേണ്ടത്. ഇവിടെ നേരെ തിരിച്ചാണ്, കർത്താവാണ് ഇതെല്ലാം തീരുമാനിക്കുന്നത്. ബൈബിൾ പറയും, ധനവും മാനവും പുരാതന സമ്പത്തും ദൈവത്തിലുണ്ട്, അവൻ ആരോഗ്യം വരുത്തി. നിങ്ങളുടെ രോഗക്കിടക്കയൊക്കെ മാറ്റി പിരിച്ച് ഞാൻ നിങ്ങൾക്ക് ആരോഗ്യം വരുത്തുമെന്ന് വചനം പറയുന്നു. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നപ്പോൾ അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ കല്യാണി എന്ന് വിളിക്കുന്ന ഒരു വ്യക്തിയുടെ ഭവനമാണ്. പക്ഷേ ഇത് കല്യാണി ഒരു ചെറിയ കൊച്ചല്ല, പ്രായമുള്ള ഒരാളുടെ ഭവനമാണ് ഞാൻ കാണുന്നത്. കല്യാണി എന്ന് പറയുന്നത് ഞാൻ ആ വ്യക്തിയുടെ ഭവനമാണ് കാണുന്നത്. ആ ഒരു കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ ഒത്തിരി ആളുകൾ ഞാൻ കാണുന്നൊരു കാഴ്ച, ഒത്തിരി ആളുകൾ അതിൻ്റെ അകത്തു നിന്നും വേദന അനുഭവിച്ചൊരു ഭവനമാണ്. കല്യാണി എന്ന് പറയുന്ന ഒരു വ്യക്തി, അതായത് ചെറിയ കൊച്ചല്ല, ഞാൻ പറഞ്ഞ പോലെ ഇടയ്ക്ക് ആ ഒരു വിളിപ്പേര് ഞാൻ കേൾക്കണം, കല്യാണി കുട്ടി എന്നിങ്ങനെ വിളിക്കുന്ന ഒരു വിളിപ്പേര്. പക്ഷേ കുട്ടിയല്ല, ആൾ പ്രായമുള്ള ഒരാളാണ്. ഞാൻ പേര് മാത്രമേ കാണുന്നുള്ളൂ. പക്ഷേ കർത്താവ് എന്നെ പറയുന്ന ആ കുടുംബത്തിൻ്റെ മേൽ ഒത്തിരി കണ്ണുനീര് വേണ കുടുംബമാണ്, ഒത്തിരി നാശങ്ങൾ സംഭവിച്ച കുടുംബമാണ്, നഷ്ടങ്ങളിലൂടെ കടന്നുപോയ കുടുംബമാണ്. ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയ വിടുതലുകൾ സംഭവിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളിത് പ്രാർത്ഥിക്കുന്ന പിതാവേ, ഇന്ന് സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, നേരിട്ടെടുത്തോണം. ആ തലമുറകളുടെ ഭാവികൾക്ക് തടസ്സമായിരുന്നത് ഇപ്പോൾ അവിടെ നിന്ന് മാറിപ്പോവുകയാണ്. ദൈവരാജ്യത്തിൻ്റെ സമ്പന്നതയും സമൃദ്ധിയും സമാധാനവും ആ കുടുംബത്തിന് മേൽ ഇപ്പോൾ തുറന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അപ്പോൾ കർത്താവ് ഈ ദിവസങ്ങളിൽ അവരുടെ കുടുംബത്തിൽ, അവരുടെ എല്ലാ മേഖലകളിലും നന്മ കൊണ്ട് സ്വർഗം നിറയ്ക്കുന്നതിന് നന്ദി പറയുന്നപ്പോൾ, എല്ലാ നന്മകളാലും ദൈവം നിറയ്ക്കുന്നതിന് നന്ദി പറയുന്നപ്പോൾ, യേശുവിൻ്റെ നാമത്തിൽ നിന്ന് റിലീസ് ചെയ്യുന്നപ്പോൾ കർത്താവ് ഞങ്ങളുടെ വലിയ മഹത്വം. എൻ്റെ ഒരു വ്യക്തിയെപ്പറ്റി ഇങ്ങനെ കേൾക്കുകയാണ്, ദുഃഖപുത്രി എന്ന് വിളിച്ച് പലപ്പോഴും നീ ഒരു ദുഃഖപുത്രിയാന്ന് പറഞ്ഞുകൊണ്ട് കുടുംബത്തിൽ പലപ്പോഴും വേദന കേൾക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കും. നീ ഒരു ദുഃഖപുത്രിയാന്ന് പറഞ്ഞ് പലപ്പോഴും അങ്ങനെ ഒരു വാക്ക് പറഞ്ഞ് വേദനിപ്പിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുക. ഇപ്പോൾ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് കൽപ്പിക്കുന്നു, ആ പേര് തന്നെ മാറ്റുന്ന രീതിയിൽ കർത്താവ് നിന്നെ മാനിക്കാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ റിലീസ് ചെയ്യുന്ന കർത്താവെ, ആ വിളിപ്പേര് വിളിച്ച ആളുകൾ തന്നെ മാറ്റി പറയും, നീ ഒരു അനുഗ്രഹമാണെന്ന് പറയാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ ഈ നിമിഷം തന്നെ രോഗികളായി ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ ആ രോഗമുള്ള ഭാഗത്തോട്ട് കൈവച്ച് യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ കൂടെ പറഞ്ഞ കർത്താവായ യേശുവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് ദിവ്യ ആരോഗ്യവും ദീർഘായുസ്സും എൻ്റെ അവകാശമാണ്. ദിവ്യ ആരോഗ്യവും ദീർഘായുസ്സും എൻ്റെ അവകാശമാണ്. ഞാനിപ്പോൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ, അങ്ങയുടെ അത്ഭുതകരമായ പ്രവൃത്തികൾ അവരുടെ ശരീരത്തിൻ്റെ മേൽ സംഭവിക്കുന്നല്ലോ. അത്ഭുതകരമായ പ്രവൃത്തികൾ ഇന്ന് സംഭവിക്കുന്നല്ലോ. അപ്പം ഇൻ ദ നെയിം ഓഫ് ജീസസ്
യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഞാൻ സിന്ധു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് കാണിക്കുന്നു. ഈ സിന്ധു ഉൾപ്പെടെ 2 സഹോദരിമാർ ആ കുടുംബത്തിലുണ്ട്. ഈ സിന്ധു 3 പേരാണ് ഇവരുള്ളത്. ഈ സിന്ധുവും പിന്നെ വേറെ 2 പേരും കൂടെ ഉണ്ട്. പക്ഷേ സിന്ധുവിനെയാണ് കർത്താവിനെ എടുത്ത് കാണിക്കുന്നത്. സിന്ധുവിൻ്റെ കുടുംബത്തിൽ സിന്ധുവിനെ കൂടാതെ തന്നെ 2 സഹോദരിമാരുള്ളൊരു കുടുംബമാണ് ഞാൻ കാണിക്കുന്നത്. കർത്താവ് ഇന്ന് ആ കുടുംബത്തെ സ്പർശിക്കുന്നു. അവത്തിൽ ആ സിന്ധുവിൻ്റെ കുടുംബത്തിൽ ഏറ്റവും ഇളയ സഹോദരിക്ക് ഞാൻ കാണുന്നത് ഒരു മൂത്ത ആൺമകനുള്ള ഒരു സഹോദരിയാണ് കർത്താവ് എന്നെ കാണിക്കുന്നത്. ഈ സിന്ധുവിനോട് കർത്താവ് ഒരു വാക്ക് പറഞ്ഞ ആ കുടുംബത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ 2 പേരെയും ചേർത്ത് ഒരു അനുഗ്രഹത്തിൻ്റെ വാതിൽ തുറക്കാൻ വേണ്ടി പോവാണ്. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളത് റിലീസ് ചെയ്യുന്നു. കർത്താവെ, വലിയ പ്രവൃത്തികൾ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് അവിടെ കൊണ്ടുവരട്ടെ. ഇപ്പോൾ ഞങ്ങൾ കൽപ്പിക്കുന്ന കർത്താവെ, ദൈവപ്രവൃത്തി ഉണ്ടായി വരട്ടെ. ഈ ദിവസങ്ങളിൽ ഞെരുക്കത്തിൻ്റെ അകത്തിരിക്കുന്നവർക്ക് ഇന്ന് ദൈവരാജ്യത്തിൻ്റെ സമൃദ്ധിയിൽ വെളിപ്പെടട്ടെ. വാരി വിതറി കൊടുക്കുവാനുള്ള സമ്പന്നത ഇവരിൽ സംഭവിക്കട്ടെ. ഞങ്ങളിത് പ്രാർത്ഥിക്കുന്നപ്പോൾ ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ വേലയിൽ വിതച്ചവർക്ക് വേണ്ടി ഇത് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. കർത്താവിൻ്റെ നാമത്തിൽ നിന്ന് വിതച്ചവരുണ്ട്, വിതയ്ക്കുന്നവൻ കൊയ്യും. എത്ര പേര് വരാൻ പോകുന്ന മീറ്റിങ്ങിന് വേണ്ടി വിതച്ചവരുണ്ട്? എത്ര പേര് വിതച്ചവരുണ്ട്? ഞങ്ങളുണ്ട് പാസ്റ്ററെ. ആമേൻ. കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ വിതച്ചവരെല്ലാം ബ്ലസ് ചെയ്യണം. എനിക്കറിയാം നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് ആർക്കും റിപ്ലൈ തരാൻ പറ്റിയില്ലെങ്കിലും നിങ്ങളുടെ നന്മയൊക്കെയും വരാൻ പോകുന്ന പ്രാർത്ഥനകൾക്കൊക്കെ അനുഗ്രഹമാണ്. ഞാൻ പറഞ്ഞ ദൈവരാജ്യത്തിലേക്കാണ് നാം വിതയ്ക്കുക. ഈ സുവിശേഷത്തിന് വേണ്ടിയാണ് വിതയ്ക്കുന്നത്. ലോകം മുഴുവൻ നടക്കാൻ പോകുന്ന സുവിശേഷത്തിന് വേണ്ടി. ഇത് പിരിവല്ല, വിതയ്ക്കുന്നവൻ കൊയ്യും. ഞാൻ പറഞ്ഞ മുന്നോട്ട് എനിക്കറിയാം എല്ലാ പ്രാവശ്യവും ദശാംശങ്ങളും ഒക്കെ മാറ്റി വെക്കുന്നവരുണ്ട്. നിങ്ങളോട് ഞാൻ പറയുന്നു, ആര് വിതച്ചാലും എപ്പോൾ വിതച്ചാലും ഒരിക്കലും ചിന്തിക്കരുത് ഇത് പിരിവാന്ന്. ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ വിതയ്ക്കുകയാണ്, കൊയ്യും. ഞാൻ എല്ലാവർക്കും ഒരേപോലെ ഈ മറുപടി പോലെ അങ്ങ് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കും. നന്മയും കരുണയും നിങ്ങളുടെ ആയുഷ്കാലമൊക്കെയും പിന്തുടരും. കർത്താവിൻ്റെ നാമത്തിൽ കൊടുക്കുന്നവൻ ഒരു കാലത്തും ഒരു നന്മയ്ക്കും കുറവ് വരത്തില്ല. ദൈവരാജ്യത്തിൽ വിതയ്ക്കുന്നവൻ ഇതൊരു വയലാണ്. ഇവിടെ വിതയ്ക്കുന്നവൻ 100 മേനി കൊയ്യും. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പാ. സമൃദ്ധിക്കായി നന്ദി. വിതയ്ക്കുന്ന ഒന്നുപോലും നഷ്ടപ്പെട്ടു പോകത്തില്ല. പാഴ്ചെലവുകളെ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്യുന്നു. ഒരു പൈസ പോലും നഷ്ടപ്പെട്ടു പോകത്തില്ല. ഒരു പൈസ പോലും ഹോസ്പിറ്റലിലോ മറ്റും നഷ്ടപ്പെട്ടു പോകത്തില്ല. കർത്താവിൻ്റെ സമൃദ്ധിക്കായിട്ട് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ രോഗികളായിട്ടുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. ഈ നിമിഷം കൈയെടുത്ത് വെച്ച് രോഗത്താൽ ഭാരപ്പെടുന്നവർ കൈയെടുത്ത് വെച്ച് യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഞങ്ങളെ രോഗബന്ധനത്തെ ഇപ്പോൾ പുറത്താക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞാനൊരു സാബുവിൻ്റെ ഭവനത്തിന് വേണ്ടി കർത്താവ്. ഈ സാബുവിനൊരു ചേട്ടനുണ്ട്. സാബുവിൻ്റെ ചേട്ടൻ്റെ പേര് സണ്ണി എന്നു പേരുള്ള ഒരു ചേട്ടനെയാണ് കർത്താവ് കാണിക്കുന്നത്. സാബുവിൻ്റെ ചേട്ടൻ സണ്ണി. ആ 2 വ്യക്തികളെയും കർത്താവ് സ്പർശിക്കുന്നുണ്ട്. പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ ഒരു വാക്ക് പറയുകയാണ്. ചില ഇടർച്ചകളെ ദൈവം എടുത്തു മാറ്റി സമാധാനത്തിൻ്റെ ദൈവം അവരുടെ ഇടയിൽ വലിയൊരു സമാധാനത്തിൻ്റെ നന്മ തുറക്കാൻ വേണ്ടി പോകുന്നു പറയുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാനത് റിലീസ് ചെയ്യുന്നു. കർത്താവ് ഞങ്ങളുടെ വലിയ മഹത്വം എന്നവിടെ വെളിപ്പെടുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പോൾ ആ കുടുംബത്തെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നപ്പോൾ ഇന്ന് സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ ദൈവപ്രവൃത്തി അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുന്ന നന്ദി പറയുന്നപ്പോൾ അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവർ കൈയെടുത്ത് വെച്ച് ആ രോഗമുള്ള ഭാഗത്തോട്ട് കൈവച്ച് ഇപ്പോൾ ഈ നിമിഷം തന്നെ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പോൾ ആ രോഗം വേദന ഇപ്പം എൻ്റെ കൂടെ പറയും, എൻ്റെ യേശു എൻ്റെ രോഗത്തെ വഹിച്ചതാണ്. എൻ്റെ യേശു എൻ്റെ വേദന ചുമന്നു. ഞാനിപ്പോൾ ആയിരിക്കുന്ന ദൈവരാജ്യത്തിലാണ്. ദൈവരാജ്യത്തിൽ രോഗമല്ല, ദൈവരാജ്യത്തിൽ സൗഖ്യമുണ്ട്. വിശ്വാസത്താൽ ആ സൗഖ്യത്തിന് എടുത്തേ. ഏറ്റവും നല്ല മാർഗം ആ രോഗമുള്ള ഭാഗത്ത് കൈവച്ച് എന്നിട്ട് പറയണം, യേശു എൻ്റെ രോഗത്തെ വഹിച്ചു, യേശു എൻ്റെ വേദന ചുമന്നു. ഞാനിപ്പോൾ ഇരിക്കുന്നത് യേശുവിൻ്റെ രാജ്യത്തിലാണ്. ഈ രാജ്യത്തിൽ രോഗിയല്ല, ഈ രാജ്യത്തിൽ സൗഖ്യമുള്ളതാണ്. ആരോഗ്യമാണ് ഈ രാജ്യത്തിൻ്റെ അവകാശം. ഈ രാജ്യത്തിൻ്റെ ദൈവത്തിൻ്റെ ഉള്ള ഫെസിലിറ്റി ആരോഗ്യമാണ്. ഞാൻ വിശ്വാസം ആരോഗ്യത്തെ സ്വീകരിക്കുന്നു, രോഗത്തെ പുറത്താക്കുന്നു, ആരോഗ്യത്തെ സ്വീകരിക്കുന്നു. ഇപ്പോൾ ആ വേദന നിങ്ങളുടെ ശരീരം വിട്ട് മാറുകയാണ്. അത്ഭുതം നിങ്ങളുടെ മേൽ സംഭവിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് റിലീസ് ചെയ്യുന്നപ്പോൾ ഈ നിമിഷം തന്നെ കൈവച്ച് അവിടെ ആ വേദന ഇപ്പോൾ തന്നെ വിട്ട് മാറുകയാണ്. വേദന നിങ്ങളിപ്പോൾ തന്നെ ശരീരം വിട്ട് മാറുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് കൽപ്പിക്കുന്ന കർത്താവെ, ആ വേദനകളിൽ നിന്നും ഇപ്പോൾ നിങ്ങൾക്ക് മോചനം ലഭിച്ച കൃപയ്ക്ക് നന്ദി പറയുന്നപ്പോൾ അത്ഭുതകരമായ സൗഖ്യം ഇപ്പോൾ തന്നെ ഈ നിമിഷം തന്നെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആ കൈ എടുക്കുമ്പോൾ ആ വേദന അവിടെ നിന്ന് വിട്ട് മാറിയിരിക്കുന്നു. ഒന്ന് ചെക്ക് ചെയ്ത് ആ വേദന ഒന്ന് ചെക്ക് ചെയ്ത് ഇപ്പോൾ ഈ നിമിഷം നിങ്ങളുടെ ശരീരത്തിൽ ഇല്ല. അത് പൂർണ്ണ സൗഖ്യത്തിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു. പൂർണ്ണ സൗഖ്യം നിങ്ങളുടെ ശരീരത്തിൽ സംഭവിച്ചിരിക്കുന്നു. കർത്താവ് അത് തൊട്ടിരിക്കുന്നു.
ദൈവം നിങ്ങളെ അത്ഭുതമാക്കി മാറ്റിയിരിക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് സ്പർശിച്ചിരിക്കുന്നു. ഈ സമയത്ത് ആർക്കെങ്കിലും ഒരു സാക്ഷ്യം പറയുവാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ സാക്ഷ്യത്തിനുള്ള അവസരമുണ്ട്. വേദന മാറിയവർ, രോഗം വിട്ട് മാറിയവർ, മറ്റേതെങ്കിലും ഒരു സാക്ഷ്യമുള്ളവർ, ചുരുക്കം വാക്കുകളിൽ നിങ്ങൾക്ക് സാക്ഷ്യമുള്ളവർക്ക് പറയാനുള്ള അവസരമാണ്. ഈ സമയത്ത് ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് പറയാൻ ആരംഭിക്കാം. എല്ലാവരും ശ്രദ്ധിക്കുക. ചുരുക്കം വാക്കുകളിൽ പറയുവാൻ വേണ്ടി ഉള്ളവർ ശ്രമിക്കുക. ആരെങ്കിലും ഉണ്ടെങ്കിൽ, സാക്ഷ്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ബ്രദറെ, ഇന്ന് കാലത്ത് തുടങ്ങി എന്റെ കഴുത്തിന് ഭയങ്കര വേദനയായിരുന്നു. ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോ ആ വേദന വിട്ടുപോയിരിക്കുന്നു. പൂർണ്ണമായിട്ടും മാറി സിസ്റ്റർക്ക്? പൂർണ്ണമായും മാറി. ആമേൻ. കർത്താവ് അങ്ങ് തൊട്ട് സൗഖ്യമാക്കിയത് നന്ദി. കർത്താവ് അത്ഭുതം ചെയ്ത് നന്ദി. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. മറ്റാരെങ്കിലും? എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. കഴിഞ്ഞ പറഞ്ഞോ. വ്യാഴാഴ്ച ഒരു ആലോചന പറഞ്ഞായിരുന്നു. ചെറിയാൻ എന്ന് പറഞ്ഞ ഒരാളുടെ വീട്ടിലെ കർത്താവ് തൊടുന്നതായിട്ട്. അത് ഞാൻ പ്രാർത്ഥിക്കാൻ പോയ വീടാണ്. ഞാനത് അന്വേഷിച്ചു. അപ്പൊ ആ ബ്രദർ പറഞ്ഞ അടയാളങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അവർക്ക് ഭയങ്കര സാമ്പത്തിക തകർച്ച, അടിക്കടി അവരുടെ നന്മകൾ വരുന്ന എല്ലാം പോകുമായിരുന്നു. അപ്പൊ ഇന്ന് ഞാൻ ആ വീട്ടിൽ പോയി അവരോട് ബ്രദറിന്റെ ഈ വീഡിയോ ഒക്കെ കൊടുത്തവർക്ക് ഇത് കേൾപ്പിച്ചു. ലിങ്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ആമേൻ. തീർച്ചയായിട്ടും പ്രിയ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ ദിവസം വെളിപ്പെട്ട ആ ഭവനത്തിൽ പോകുവാനും അവർ അന്വേഷിച്ചപ്പോൾ ആ ദൈവിക ആലോചന പോലെ തന്നെ ആ ഭവനത്തിലുണ്ടായിരുന്നു എന്ന് അവരോട് പറയണം. പ്രാർത്ഥിക്കണം. ദൈവം അവരുടെ വിഷയത്തിൻ്റെ മേൽ അത്ഭുതം ചെയ്യുവാൻ ശക്തനാന്ന് പറയണം. ദൈവം അത് ചെയ്യും കേട്ടോ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ സിസ്റ്റർ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു. ഹലോ ബ്രദർ, കല്യാണി കുട്ടി പറഞ്ഞില്ലേ, കുട്ടി എന്നുള്ളത് അതാരായിരുന്നു? കല്യാണി കുട്ടി നമ്മുടെ പരിസരമാണ്, വടക്കഞ്ചേരിയിലാണ്. അവര് കുടുംബത്തിൽ അവര് മരിച്ചുപോയി. ഒരു മകനും മരിച്ചുപോയി. കൊറോണ വന്നിട്ട് അവര് ഭർത്താവ് ഈ പറഞ്ഞ പോലെ ആ കുടുംബത്തിൽ ആ നല്ല എത്രയോ സെന്റ് സ്ഥലമുള്ളതാണ്. അങ്ങനെ പാഴടഞ്ഞ വീടാണ് കിടക്കുന്നത്. എല്ലാം പോയി, ഒന്നുമില്ല. ഈ പറഞ്ഞ അടയാളം പോലെ തന്നെയായിരുന്നു വീട്? ആ ബ്രദർ പറഞ്ഞ അടയാളം എല്ലാം ഉണ്ട്. അവരോട് പറയണം, ഇത് കേൾപ്പിച്ചിട്ട് പറയണം. ജീവിതത്തിൽ ആരും സഹായിക്കാൻ ഇല്ലാത്തൊരവസ്ഥയിലാണ്. അന്യന്റെ കുടുംബത്തിൽ ഇരിക്കണ പോലെ തന്നെ ഇരിക്കണ ഭർത്താവ്. ആരെ? കല്യാണി കുട്ടിയുടെ ഭർത്താവ്. അതായത് ഞാൻ കല്യാണക്കുട്ടി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ചെറിയ കുട്ടിയല്ല. എത്ര പേര് കേട്ടായിരുന്നു? പക്ഷെ പേര് മാത്രമേ പേര് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അതാ പറഞ്ഞ പേര് മാത്രമേ കാണുന്നുള്ളൂ ഞാൻ പറഞ്ഞിരുന്നു. ആമേൻ. സിസ്റ്ററെ തീർച്ചയായിട്ടും സിസ്റ്ററെ ആ വീട്ടിൽ പോയിട്ട് ഇവരെ ഇത് കേൾപ്പിക്കണം. എന്നിട്ട് പറയണം കർത്താവ് ഈ കുടുംബത്തിനുണ്ടായപ്പം നമ്മുടെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഈ അനർത്ഥങ്ങളുടെ പിന്നെ നമ്മളോർക്കും പലപ്പോഴും നമ്മൾ പറയും കുടുംബം മുടിഞ്ഞു പോയി നശിച്ചു പോയെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഓർക്കുന്നത് എന്തെങ്കിലുമൊക്കെ സാഹചര്യം കൊണ്ടായിരിക്കും. അല്ല, ഇതിൻ്റെ പിന്നിലെല്ലാം പിശാചിന്റെ പ്രവൃത്തിയുണ്ട്. ഇതിനെ കർത്താവിൻ്റെ നാമത്തിൽ നമുക്ക് പുറത്തു കൊണ്ടുവരാൻ കഴിയും. അതിനാണ് നിങ്ങൾ ഈ വചനം കേട്ട് ദൈവരാജ്യത്തെപ്പറ്റി അറിയണം. ഇപ്പം കേട്ടില്ലേ, ആ സൗരി പറഞ്ഞു കേട്ടില്ലായിരുന്നു? ആ കുടുംബത്തിൻ്റെ അകത്തുണ്ടായ വിഷയങ്ങൾ ഈ അടയാളം പറഞ്ഞ പോലെ തന്നെ. ഞാൻ ആ കുടുംബത്തിൽ പോയിട്ടുമില്ല, ആ കുടുംബമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല. ഗിരിജ സിസ്റ്റർക്ക് അറിയാവുന്ന കുടുംബമാണ്. അപ്പോൾ ആ കർത്താവ് ആ കുടുംബത്തെ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ അവിടെ പോയിട്ട് പറയണം, ഇത് കേൾപ്പിച്ചിട്ട് പറയണം കർത്താവ് നിങ്ങളുടെ എല്ലാ വിഷയത്തെ മാറ്റാൻ വേണ്ടി റെഡിയാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിലൊരു കാരണമുണ്ട്. അത് വിടിവിക്കുവാൻ യേശുവിന് കഴിയും. അവർ യേശുവിനെ കൊടുക്കുക, ആ കുടുംബം അനുഗ്രഹമായി തീരാനിടയായി തീരും. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ ബ്രദറെ. ബ്രദർ, എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. ശനിയാഴ്ച നമ്മൾ പ്രാർത്ഥന കേൾക്കുമ്പോൾ ഞാൻ തീരെ അവശയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇടുപ്പിന്റെ സൈഡ് വശത്ത് 2 ദിവസം മുമ്പേ ഉണ്ടായിരുന്നു വേദന, വ്യാഴാഴ്ച തൊട്ട്. അത് അത്ര ഞാൻ കൂട്ടാക്കിയില്ല, ലേറ്റായിട്ട് അങ്ങനെയുള്ള പറഞ്ഞു വിട്ടുപോയി. കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ശനിയാഴ്ച പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും, ബ്രദർ പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. രാത്രിയെല്ലാം ഞാൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. പ്രാർത്ഥന കഴിഞ്ഞിട്ടും ഈ പ്രാർത്ഥന വെച്ച് കേട്ടോണ്ടേയിരുന്നു. എനിക്ക് രാത്രി ഉറങ്ങാൻ പറ്റണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അതുപോലെ യേശുവിന്റെ തിരുമുറിവിനാൽ സൗഖ്യം തരണമെന്നും നേരമുൾക്കുന്നവരെ പ്രാർത്ഥിച്ചു. ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒരു കാലത്ത് എണിക്കുമ്പോഴേക്കും നല്ല മാറ്റം വന്നു, പൂർണ്ണ സൗഖ്യം തന്നു. എനിക്ക് പേടിയാണ്. എനിക്ക് ഹോസ്പിറ്റലിൽ പറഞ്ഞാലേ പേടിയാണ്. അതും ICUയിൽ പോയി കിടക്കേണ്ടി വരും, ഈ അപ്പൻഡിക്സ് ആയിരിക്കും എന്നൊക്കെ എൻ്റെ മനസ്സിൽ ചിന്ത വന്നു. പക്ഷെ ഞാൻ വചനത്തെ പിടിച്ച് പ്രാർത്ഥിച്ചു. ദൈവം വലിയൊരു അനുഗ്രഹമാണ് തന്ന ബ്രദർ. ഒരുപാട് നന്ദി പറഞ്ഞു ദൈവത്തോട്. ആമേൻ. നന്ദി കർത്താവ്. കുറച്ച് പറഞ്ഞുള്ള തന്നെ കർത്താവ് കൊടുത്ത സൗഖ്യത്തിന് നന്ദി. ദൈവം തൊട്ട് സൗഖ്യമാക്കിയിട്ട് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. പറഞ്ഞു. ബ്രദറിന് ഓർമ്മയുണ്ടോ കുഞ്ഞുങ്ങളുടെ വിഷയം പ്രാർത്ഥിക്കണം ഞാൻ പറഞ്ഞിരുന്നു? 3 വർഷമായിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്യാറില്ലെന്ന് പറഞ്ഞില്ലേ?
അവർ ചെറിയവൻ ഇന്നലെ ഇന്നും എൻ്റെ അടുത്തേക്ക് വന്ന് സന്ധ്യ നേരത്തെ തിരിച്ചു പോയിട്ടേ ഉള്ളൂ. വന്നു. അവര് മാറിയിട്ടുണ്ട്. അമ്പലത്തിൽ പോണു. എന്നോട് പറഞ്ഞു വന്നു അതൊക്കെ വന്നു ബ്രദറെ. പക്ഷെ വിശ്വാസത്തിന് അവർ പൂർണ്ണമായി വിട്ടുപോയി ബ്രദറെ. അതുകൊണ്ട് പ്രാർത്ഥിക്കണം എൻ്റെ മക്കളെ. അനുഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ അവർ കർത്താവിൻ്റെ നാമത്തിൽ സാക്ഷിയായിട്ട് അവർ വന്നല്ലോ, പിണങ്ങി എന്ന മക്കൾ തിരിച്ചു വന്നതിൻ്റെ വലിയ അത്ഭുതമാണ്. കർത്താവ് ബാക്കിയൊക്കെയും അതിനൊക്കെ ഒരുമിച്ചിരുന്ന് കർത്താവിനെ സ്തുതിക്കാൻ അവസരം ദൈവം ഒരുക്കും കേട്ടോ. വലിയ സാക്ഷ്യമാക്കി കർത്താവ് മാറ്റും. ഗോഡ് ബ്ലസ് യു. ബ്രദറെ, സുബി എന്ന് പറഞ്ഞ ഒരു സഹോദരിയുടെ പേര് പറഞ്ഞില്ലേ? സുബി. സുബിയുടെ സഹോദരി ഈ പ്രയറിൽ പങ്കെടുക്കുന്നുണ്ട്. പക്ഷെ ഈ സുബി വിശ്വാസത്തിലല്ല. സുബി വിശ്വാസത്തിൽ വരാൻ വേണ്ടി ഈ സഹോദരി ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്. അത് കർത്താവ് തൊടാൻ വേണ്ടി പോകട്ടെ. അത് എത്ര പേരത് കേട്ടായിരുന്നു? ആ മകന് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. കർത്താവ് അത് ആലോചനയിൽ ഇടപെട്ടതാണ്. അവരെപ്പോഴും ഒരു രോഗാവസ്ഥയിലാ വീട്ടിലെല്ലാവരും. എപ്പോഴും മാറി മാറി മക്കൾക്കും അവൾക്കൊക്കെ അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. കർത്താവ് ഇന്ന് ഈ ഒരു സമയത്ത് നമ്മൾ ഈ വചനം കേട്ടപ്പോൾ വലിയൊരു സ്പർശനം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരുമിച്ച് നിങ്ങൾ ദൈവത്തെ ആരാധിക്കാനുള്ള ഒരു അവസരത്തിലേക്ക് ദൈവം കൊണ്ടുവരുവാണ്. ഇനി അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ്. പ്രാർത്ഥനയോടെ ഇരിക്കുക. കർത്താവ് അത് ചെയ്യും കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എന്തോ പറഞ്ഞു? ഞായറാഴ്ച വൈകിട്ട് ഞാൻ എൻ്റെ ഒരു പ്രയർ ഗ്രൂപ്പ് ഞങ്ങളുടെ ചർച്ചിൽ പറഞ്ഞ ചേച്ചി രണ്ടാഴ്ച ചർച്ചയിൽ വരാതിരിക്കുന്നു. ഒരു മിനിറ്റ്. പറഞ്ഞു. രണ്ടുപേരും ഒരേപോലെ പറയല്ലേ. എന്നിട്ട് ആ ചേച്ചിയാണെങ്കിൽ ഉറക്കെ പറയണേ. രാത്രി ഡ്രസ് ഇടാണ്ടാണ് ആ ചേച്ചി വീട്ടിൽ നടക്കുന്നത്. എന്തോ ഒരു മാനസികമായൊരു വിഭ്രാന്തി ആയിരുന്നു അത്. അപ്പൊ എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു, ഒന്ന് പ്രാർത്ഥിക്കാൻ ചെല്ലാമോന്ന് ചോദിച്ചു. കുറച്ചു നേരം വചനം ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്നു, പ്രാർത്ഥിച്ചു. യേശുവിന്റെ തിരുമുറിവിനാൽ സൗഖ്യം, ദൈവരാജ്യത്തെ കുറിച്ചും പറഞ്ഞു. ബ്രദർ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞ് പ്രാർത്ഥിച്ച് ഇന്നിപ്പോ വിളിച്ചപ്പോ എന്നോട് പറഞ്ഞു, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ എന്തോ ശരീരത്തിൽ നിന്ന് പോണ പോലെ തോന്നിയെന്ന്. സമാധാനത്തോടെ കിടത്തുറങ്ങി. പൂർണ്ണമായിട്ടല്ല, എന്നാലും വിടുതൽ കിട്ടി അവർക്ക്. അവരുടെ ഹസ്ബൻഡ് ആണെങ്കിൽ കാലില് വെരിക്കോസ് വെയിന്റെ കാല് പകുതി മുറിച്ചതാണ്. ഇപ്പോഴും ബ്ലഡ് വന്നുകൊണ്ടിരിക്കുന്നു. ചെവി കേക്കില്ല. ഇയർ ബാലൻസിന്റെ പ്രശ്നമുണ്ട്. പ്രാർത്ഥിച്ചു. കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചു. ദൈവം അനുഗ്രഹിക്കട്ടെ. തീർച്ചയായിട്ടും പിന്നെയും പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും പിന്നെയും പോയി പ്രാർത്ഥിക്കണം. കാര്യം ആ കുടുംബത്തിൻ്റെ മേലെ അനർത്ഥങ്ങൾ തുടരെ നിൽക്കുന്നതിൻ്റെ പിന്നിലൊരു കാരണമുണ്ട്. അപ്പോൾ നിങ്ങൾ അവിടെ പോയി തുടർച്ചയായിട്ട് വചനം പറഞ്ഞ് അവിടെ പ്രാർത്ഥിക്കുമ്പോൾ, ഇന്ന് ആ മകൾ അങ്ങനെ നടന്ന മകള് ഒരു സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റിയെങ്കിൽ നിങ്ങൾ പറഞ്ഞ വചനങ്ങൾ അവിടെ പ്രവർത്തിക്കുവാൻ ആരംഭിച്ചിട്ടുണ്ട്. വീണ്ടും ആ വചനങ്ങൾ പറയുമ്പോൾ അത് ആളിക്കത്തും. ആ ഭവനത്തിൻ്റെ ശാപങ്ങളും തകർച്ചകളും അതിലൂടെ പുറത്തു വന്നവർ അനുഗ്രഹമായി തീരാൻ ഇടയായിത്തീരും കേട്ടോ സിസ്റ്ററെ. ഗോഡ് ബ്ലസ് യു. പിന്നെ അവിടെ ചെല്ലുക, ആ ഇട്ട വചനത്തെ ആളിക്കത്തിക്കുക. കർത്താവ് പിന്നെ അവിടെ അത്ഭുതങ്ങൾ ചെയ്യും കേട്ടോ. ഗോഡ് ബ്ലസ് യു. ഒരു കാര്യം കൂടി ഉണ്ട് ബ്രദറെ. സുബി എന്ന് പറഞ്ഞ കൊച്ചിന്റെ പേര് പറഞ്ഞല്ലോ, അതിന് ക്യാൻസർ രോഗമാണ്. ക്യാൻസർ രോഗം എന്ന് വെച്ചാൽ ഒരു 10 വർഷം മുമ്പ് ഒരു ക്യാൻസർ ഉണ്ടായിരുന്നു. അതിപ്പോ വീണ്ടും കരുണത്ത് തന്നെ ക്യാൻസർ ആയിട്ട് വചനം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ബ്രദറിന്റെ ഇത് അയച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ അവളും മുറുകി പിടിക്കുന്നു. എനിക്കറിയില്ല. അവരോട് ചെന്നിട്ട് പറയണം. പറഞ്ഞു കഴിയുമ്പോഴെല്ലാം നമുക്ക് അവരെ പിന്നെ അവർക്കത് പ്രാർത്ഥിക്കാൻ, ഒരു രോഗത്തിലിരിക്കുന്ന വ്യക്തിക്ക് ചിലപ്പം പ്രാർത്ഥിക്കാനോ വിശ്വസിക്കാനോ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലായിരിക്കത്തില്ല. പക്ഷെ നമ്മൾ അവർക്ക് വേണ്ടി എന്ത് ചെയ്യണം? അവരെ കാണുമ്പം ഇപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞു, നിങ്ങൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ അവർക്കത് ചിലർക്കത് വിശ്വസിക്കാൻ പറ്റുന്നവരുണ്ട്, അല്ലാത്തവരുമുണ്ട്. അപ്പം നമ്മൾ അവർക്ക് വേണ്ടി ചെല്ലാം. കർത്താവ് ഈ പ്രിയ മകളുടെ പേര് കൊടുക്കുക, ക്യാൻസർ യേശു വഹിച്ചതാ. കർത്താവിൻ്റെ തിരുമുറിവിനാൽ ക്യാൻസറിന് സൗഖ്യം വന്നു. ഞാനത് വിശ്വസിക്കുന്നു. ഞാൻ അവർക്ക് വേണ്ടി കൈവച്ച് പ്രാർത്ഥിക്കുന്നു പറഞ്ഞ് കൈവച്ച് പ്രാർത്ഥിച്ചോണം. കർത്താവ് പൂർണ്ണ സൗഖ്യത്തെ, ക്യാൻസർ ഒന്നും ദൈവത്തിന് വലിയ വിഷയമല്ല. മരണത്തെ ജയിച്ച കർത്താവിന് ക്യാൻസർ സൗഖ്യം കളച്ചെന്ന് പറയുക. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വലിയ സാക്ഷ്യമായിട്ട് അത് തീരും കേട്ടോ. ഗോഡ് ബ്ലസ് സിസ്റ്റർ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ, എനിക്ക് പറയാനുണ്ട്. ബ്രദറെ, സിന്ധു എന്ന് പറഞ്ഞ
എന്റെ തൊട്ട അയൽവക്കത്തെ ആ സിന്ധു രണ്ട് സഹോദരിമാരുണ്ട്. ഞാൻ എപ്പോഴും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. എന്റെ അവരുടെ പിന്നെ ഇളയ അനിയത്തിക്ക് 2 മക്കളാ, മൂത്തത് ആൺകൊച്ച. അവരുടെ വീട് പെരതാമസമായി 28-ാം തീയതി മാസം. സിസ്റ്ററുടെ വീടിന്റെ അയൽവക്കത്തുള്ള ആൾക്കാരല്ലേ? തൊട്ടടുത്ത്. ഞാൻ അവർക്ക് വേണ്ടി ഒന്നും പ്രാർത്ഥിക്കും. 18-ാം തീയതി അവരുടെ അമ്മ എന്റെ കൂടെ പ്രാർത്ഥനയ്ക്ക് എറണാകുളത്ത് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് തന്നെയല്ല, അവർക്ക് 1 ഏക്കർ 20 സെന്റ് സ്ഥലമുണ്ട്. കോടീശ്വരന്മാരാണേലും അവരുടെ പേര് കിട്ടിയിട്ടില്ല. അച്ഛൻ കുടിക്കുന്ന ആയോണ്ട് വിറ്റ് നശിപ്പിക്കുമെന്നും പറഞ്ഞ് ഈ 3 പേർ കൂടെ ഉള്ളതാന്ന് പറഞ്ഞ് എഴുതി കൊടുത്തിട്ടില്ല. ഇപ്പൊ അവരുടെ അച്ഛന്റെ ഒരു പെങ്ങള് ഭയങ്കര പ്രശ്നമായി, ഇവർക്ക് കൊടുക്കത്തില്ല, പകുതി സ്ഥലം അവർക്ക് വേണമെന്ന് പറഞ്ഞ് അവർ ഒപ്പിട്ടാലേ ഇവർക്ക് കിട്ടത്തുള്ളൂ. അങ്ങനെ വലിയ പ്രശ്നത്തിലൊക്കെയാ. പക്ഷെ അത് സാക്ഷ്യമാക്കി മാറ്റാൻ അതെ, അവരോട് പറയണം, അവരെ കേൾപ്പിക്കണം. കർത്താവ് അത് വ്യക്തമായിട്ട് ഈ അടയാളം മുഴുവനും കേട്ടായിരുന്നല്ലോ, അത് മുഴുവനും ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം പറയണം. വലിയൊരു സാക്ഷ്യമാക്കി ദൈവം മാറ്റും കേട്ടോ. അത് തന്നെയാ ഞാൻ എപ്പോഴും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. ഗോഡ് ബ്ലെസ് യു. എന്റെ വലത് കൈ ഷോൾഡറിന്റെ അവിടെ ഒരു 9 ദിവസമായി ഒരുപാട് വേദനയായിരുന്നു. ഞരമ്പ് മസിലൊക്കെ അങ്ങോട്ട് കൈയുടെ വിരല് വരെ വലിച്ച് കുത്തി വേദന. ചില സമയത്ത് കരച്ചിലും അത്ര വേദനയായിരുന്നു. ഞാൻ നമ്മുടെ അമൃതാജം പോലത്തെ സാധനങ്ങളൊക്കെ ഇട്ട് അതൊന്നും വർക്കായില്ല. പിന്നെ ബാൻഡേഡ് ഹോൾസ് ഉള്ള ബാൻഡേഡ് വാങ്ങിച്ച് ഇട്ടിരിക്കുകയാണ് ഇപ്പോഴും. അതിശക്തമായ വേദന. അതുകൊണ്ട് ഈ കൈ കൊണ്ട് എന്തെങ്കിലും ചെയ്താൽ പിന്നെ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല, അത്ര വേദനയായിരുന്നു. ഇപ്പൊ ബ്രദർ പ്രാർത്ഥിച്ചപ്പോഴും ഞാൻ കൈ വെച്ച് ഞാൻ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു. എന്റെ കയ്യിൽ ഒരു 90% അത് അങ്ങോട്ട് പോയി. അപ്പൊ എനിക്ക് ഒത്തിരി ആശ്വാസം ഉള്ളില് വരുന്നുണ്ട്, സുഖപ്പെട്ടുകൊണ്ടിരിക്കുക ഞാൻ. ഇപ്പൊ വേദന കംപ്ലീറ്റ് മാറിയോ അതോ പകുതി മാറിയോ? പകുതിയല്ല, അത് 100% അടുത്ത് 100 ആയിട്ടില്ല, അതിന്റെ അടുത്ത് വരെ വന്നു. ഇങ്ങനെ പതുക്കെ അത് മാറിക്കൊണ്ടിരിക്കുക. ആമേൻ. കർത്താവ് പറഞ്ഞ പോലെ തന്നെ ഇത്രയും ബുദ്ധിമുട്ടായിട്ടിരുന്ന കൈയായിരുന്നത്, അനക്കാൻ പോലും പറ്റാത്ത ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ പ്രാർത്ഥനയിൽ വലിയ വ്യത്യാസം, അതാണ് പകുതിയല്ല, വലിയ വ്യത്യാസം ഉണ്ടായി. അത് സൗഖ്യം ബാക്കി കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുക. അത് കംപ്ലീറ്റ് ആയിരിക്കുന്നു. കൈ വെച്ചിന് പയ്യ ബാൻഡേജൊക്കെ പയ്യെ അഴിച്ചിട്ട് കൈയൊക്കെ ചലിപ്പിച്ചുകൊണ്ടിരുന്നോണം. ഒരു കുഴപ്പമില്ല, അത് പൂർണ്ണ സൗഖ്യമായിരിക്കുന്നു. ആ ബാൻഡേജ് ഇരിക്കുന്നതുകൊണ്ടാണ് ഈ വിഷയം. അതൊന്ന് ഊരി മാറ്റിയാൽ ഇപ്പം തന്നെ കാണാൻ പറ്റും അത് പൂർണ്ണ സൗഖ്യം. കർത്താവ് അത് തൊട്ടിരിക്കുന്നു, അത്ഭുതം ചെയ്തിരിക്കുന്നു. കർത്താവ് തൊട്ടതിന് നന്ദി. ആ വേദനയ്ക്കകത്തുനിന്നും പ്രിയമകളെ വിടുവിച്ചിരുന്ന യേശു നമ്മുടെ വേദന വഹിച്ചതാണ്. സൗഖ്യം നമ്മുടെ അവകാശമാണ്. കർത്താവ് തൊട്ടതിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദർ പറഞ്ഞില്ലേ കല്യാണിന്ന്, അത് എന്റെ മരുമകളുടെ അച്ഛന്മാര് പേര് കല്യാണിന്നാണ്. അപ്പൊ ആ പേരാണ് മരുമകളെയും വിളിക്കുന്നത്. അപ്പൊ മരുമകൾക്ക് യൂട്രസില് ഫൈബ്രോയിഡും PCOD ഉണ്ട്. അപ്പൊ ഭക്ഷണമൊന്നും ശരിക്കും കഴിക്കാൻ പറ്റാണ്ട് ഭയങ്കര വിഷമം. ഏറ്റെടുത്ത് വിശുദ്ധ കർത്താവ് ഒരേ ആലോചന, ഒരേ അടയാളങ്ങൾ ഒരേപോലെ വരുന്നുണ്ടെങ്കിൽ ഏറ്റെടുത്തോണം. കർത്താവ് അത് സാക്ഷ്യമാക്കി മേറ്റുവാനിടെ എത്തിരും കേട്ടോ. ഗോഡ് ബ്ലെസ് യു. എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട് ബ്രദറെ, ഒരു കാര്യം കൂടെ പറയാനുണ്ട്. അമൽ എന്ന് പറഞ്ഞ പേര് പറഞ്ഞായിരുന്നല്ലോ, അമലിനെ ദൈവം അനുഗ്രഹിക്കുന്ന ഒരു കാറും ബൈക്കും വീട്ടുമുറ്റത്ത് കിടക്കുന്നേ, അത് എന്റെ മരുമോനായിരുന്നേ. അത് ഞാൻ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു, അമലിന് വേണ്ടി പ്രാർത്ഥിച്ചു. തീർച്ചയായിട്ടും കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. ഗോഡ് ബ്ലെസ് യു. ആലോചനകൾ ഏറ്റെടുക്കുക. ദൈവം അതിൻ്റെ മേൽ പ്രവർത്തിപ്പാൻ ശക്തനായ ദൈവമാണ്. വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യും കേട്ടോ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. എനിക്കറിയാം പിന്നെയും സാക്ഷി ഉണ്ടെങ്കിൽ സമയം നമുക്ക് മുന്നോട്ട് പോയതുകൊണ്ട് ഞാൻ തൽക്കാലം നമ്മുടെ പ്രാർത്ഥനകളെ ഇന്ന് സ്റ്റോപ്പ് ചെയ്യുന്നു. നമുക്ക് പിന്നെയും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിലും വചനത്തിലും ശക്തിപ്പെടാം. കർത്താവ് നമ്മുടെ കൂടെയുണ്ടല്ലോ. നമുക്ക് ഒരുമിച്ച് ഇന്ന് ദൈവസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനം, ബാക്കിയുള്ള സാക്ഷ്യങ്ങളൊക്കെയും നമുക്ക് ദൈവസന്നിധിയിൽ പിന്നെയും കേൾക്കാൻ കർത്താവ് ഇടയാക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് ദൈവസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്ത് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് കർത്താവെ എനിക്ക് തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് ലൈവ് ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നു. സൂമിൽ കാണുന്നവർ ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ നിങ്ങൾക്കുണ്ടാകും എന്ന വചനത്താൽ ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുന്നു. ഏറ്റുപറഞ്ഞാട്ടെ. നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെയും തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവിനെ സ്തുതിച്ചാട്ടെ. നിങ്ങളുടെ മുമ്പിൽ തുറന്ന് തന്നിരിക്കുന്നു. ലഭിച്ചു. നമ്മൾ ഒരുമിച്ച് ഒരുമനപ്പെട്ട്, ഭൂമിയിൽ 2 പേർ ഒരുമനപ്പെട്ട് എന്ത് ചോദിച്ചാലും കർത്താവ് തരുമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇത്രയും ആളുകൾ ഒരുമനപ്പെടുകയാണ്.